ഇന്നത്തെ സെഷനിൽ ബേസിക്കലി എല്ലാ സ്റ്റേജും 3 സ്റ്റേജിൽ എക്സാം കഴിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നമ്മളെ ഒരു മെയിൻസിന് വേണ്ടിയുള്ള ഒരു സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു 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 സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഏതൊരു സ്റ്റുഡൻറ്റിനും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ മെയിൻസ് ഇത് നിങ്ങൾ ഇതുവരെ ഒരുപാട് കുട്ടികൾ പ്രിലിംസ് പാസ്സായി മെയിൻസ് എഴുതിയ ഒരുപാട് കുട്ടികളുണ്ടാവും, അതിലോട്ടൊക്കെ നമുക്ക് വരാം. പക്ഷേ മെയിൻസ് എന്ന എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്മാർട്ടായിട്ട് സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് വളരെ എസെൻഷ്യലായ ഒരു ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്നവരായിരിക്കും. ആ ഒരു ടോപ്പിക്ക് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, സമയം കളയേണ്ട. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് കൺസേൺ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്താണ് സർ, ഞാൻ പാസ്സാകുമോ, പ്രിലിംസ് പാസ്സാകുമോ എന്നുള്ളത്. അത് ആ ഒരു ചോദ്യത്തിന് ഞാൻ പാസ്സാകുമോ എന്നുള്ളത് അപ്പോൾ പലർക്കും പല തരത്തിലുള്ള, നിങ്ങൾ 3 സ്റ്റേജിൽ എക്സാം എഴുതിയവരാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത്. കാര്യം ഞാൻ ലാസ്റ്റ് ഇതിനുള്ളൊരു റിപ്ലൈ തരാം. പക്ഷെ ഈ പാസ്സാകോ എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം, അതായത് ഈ വർഷത്തെ 2026 മെയിൻസിന് ഇതുവരെ നടന്ന, അതായത് 2005 വർഷം 21-ലും 22-ലും 23-ലും 24-ലും 25-ലും നടന്ന എക്സാമുകൾ വെച്ച് നോക്കുമ്പോൾ, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ മെയിൻസ് എക്സാം വെച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള മെയിൻസ് എക്സാം ആണ് 2026 മെയിൻസ് എക്സാം. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് കമ്പനി ബോർഡിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അധികം ഏകദേശം 3000 വേക്കൻസീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അധികം വേക്കൻസീസ് കമ്പനി ബോർഡിന് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ശതമാനം കുട്ടികളും കമ്പനി ബോർഡിന്റെ മെയിൻസ് എക്സാം എഴുതാൻ ക്വാളിഫൈ ആകും. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു സ്റ്റേജ് 1-ലാണെങ്കിലും സ്റ്റേജ് 2-ലാണെങ്കിലും 40 മാർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമ്പനി ബോർഡ് എഴുതുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് സ്റ്റേജ് 3-ന്റെ കേസിലാണെങ്കിലും ഏകദേശം അതേ മാർക്ക് തന്നെ, ഒരു 2-3 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ട ഞാൻ സ്റ്റേജ് 1 ആണോ, ഞാൻ സ്റ്റേജ് 2 ആണോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്നത്, അതായത് നിങ്ങൾ 3 സ്റ്റേജിലാണെങ്കിൽ ഒരു 40+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഏകദേശം നിങ്ങൾ കമ്പനി ബോർഡ് എക്സാം നിങ്ങൾ എഴുതുന്നുള്ളത്. അപ്പൊ ആ ഒരു മെയിൻസെങ്കിലും നിങ്ങൾ എഴുതും. അതായത് ഞാൻ പറയുന്നത് 50 മാർക്കുള്ള കുട്ടികൾ, നിങ്ങൾ ഒരിക്കലും 50 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കാര്യം തീരുമാനിച്ചോ, നിങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ മെയിൻസ് എക്സാം നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പൊ 50 മാർക്ക് കിട്ടിയ കുട്ടികളും ചോദിക്കുന്നുണ്ട് ഞാൻ മെയിൻസ് എഴുതുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ പ്രിലിംസും മെയിൻസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എലിമിനേറ്റ് കുറെ കുട്ടികളെ അത്ര സീരിയസ് അല്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് പേര് അവോയ്ഡ് ചെയ്യലാണ്, മാറ്റി നിർത്തലാണ്. എന്നിട്ട് അതിൽ നിന്ന് സീരിയസ് ആയ കാൻഡിഡേറ്റ്സിനെ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് വഴി അവർക്ക് PSCക്ക് വേണ്ട റിക്രൂട്ട്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മെയിൻസ് എക്സാം വരുമ്പോൾ ഗെയിം മാറി. മെയിൻസ് എക്സാമിൽ എഴുതാൻ പോകുന്നവരും മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവരും എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രിലിംസ് എഴുതാൻ എല്ലാവർക്കും സാധിക്കും. ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ ആകെ ഒരു ക്രൈറ്റീരിയ, അതായത് നിങ്ങൾക്ക് PSC പറഞ്ഞ ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി, എല്ലാവർക്കും പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പഠിക്കുന്നവരും പഠിക്കാത്തവരൊക്കെ പ്രിലിംസ് എഴുതും. മറിച്ച് മെയിൻസ് അങ്ങനെയല്ല. മെയിൻസ് എഴുതാൻ പോകുന്നവർ പഠിച്ചവർ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ. അത്യാവശ്യം പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻസ് എഴുതുമ്പോൾ മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ച ഒരു സ്ട്രാറ്റജി, ഒരു മെത്തഡോളജിയോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്സാകാൻ പറ്റില്ല. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ. ഇപ്പൊ ഇവിടെ വൊക്കാബ്സ്പീഡിയ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ, അതായത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് നിങ്ങൾ ഇന്ന് മാത്രം ഇങ്ങനെ ഒരു സെഷനിൽ എല്ലാ വീക്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക്
ഒരു മോട്ടിവേഷൻ സെഷൻ പോലെ ഒരു സെഷൻ എല്ലാ ആഴ്ച ക്ലാസ്സുകൾ കൂടാണ്ട്, അതായത് നിങ്ങളുടെ പഠന നിലവാരത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി മെയിൻസ് ബാച്ചിന്റെ നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് മെന്റർ എന്ന് പറയുന്നത് അനന്തകൃഷ്ണ സാറാണ്. അപ്പോൾ എപ്പോഴും സാറ് നിങ്ങളുടെയായിട്ട് കോൺടാക്റ്റിലിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്ത് കൺസേണും സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ നമ്മുടെ കോഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, മീൻസ് അതിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ അപ്പൊ ഒരു നമ്മളിപ്പോ അപ്പൊ എന്ത് ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിനെ കുറിച്ച് ചിന്തിക്കണ്ട. എന്താണ് പ്രിലിംസ് പാസ്സാകുമോ എന്നുള്ള ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കളയരുത്. ഓക്കെ, ഒരു എക്സ്പെക്ടേഷൻ ആണ് ഈ ജൂൺ അവസാനത്തോടു കൂടി, ജൂൺ എൻഡോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വരാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 20-21 ദിവസം എടുക്കുമായിരിക്കും. അപ്പൊ ഈ 20-21 ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നാൽ അത് നിങ്ങൾക്കൊരു വലിയൊരു ലോസ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഏത് സാധനം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റും, പക്ഷെ നമ്മളെ ഇന്നത്തെ ഡേറ്റ് 8th ജൂൺ ആണെന്ന് വിചാരിക്കും. 8th ജൂൺ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഈ സമയം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ടൈം. ഈ ടൈമിനെ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, അത് എത്ര സ്മാർട്ടായിട്ട്, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങളുടെ സക്സസ്സും അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യം. ഓക്കെ, ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിന്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ്? നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഇനി അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ നാളെ മുതൽ, ഇന്ന് വിട്ടേക്ക്, നാളെ മുതൽ, അതായത് 9th ജൂൺ 2026 മുതൽ, നാളെ മുതൽ നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഡയറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡയറിയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ എഴുതി വെക്കണം. എന്താണ്? ഇന്ന് 9 ജൂണിൽ ഞാൻ എന്താണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ ആ ഡേറ്റ് എഴുതി, പഠിച്ച കാര്യങ്ങൾ അവിടെ എഴുതി വെക്കണം. പഠിച്ച ഓരോ സബ്ജക്റ്റും എന്താണ് പഠിച്ചത്, എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. നിർബന്ധമായിട്ട് അത് ചെയ്യണം എല്ലാ ദിവസവും. അതിനൊരു ഗുണമുണ്ട്. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ആ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളത് നിങ്ങൾ നോക്കണം. നിങ്ങൾ എന്താണ് പഠിച്ചത്? 9 ജൂണിന് എന്താണ് പഠിച്ചത്? 10 ജൂണിന് എന്താണ് പഠിച്ചത്? 11 ജൂൺ. അപ്പൊ ഇത് നിർബന്ധമായിട്ട്, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സ്വയം ഒരു അക്കൗണ്ടബിലിറ്റി വരും. എന്താണ്? 10 ജൂണിന് ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ. അപ്പൊ 11 ജൂണിന് എന്ത് ചെയ്യണം? കുറഞ്ഞാണ് പഠിച്ചെങ്കിൽ 15 ജൂണിൽ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോ ഇതിനെല്ലാത്തിനും അപ്പൊ നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ്. നിങ്ങളെല്ലാവരും സീരിയസ് ആണ്, സിൻസിയർ ആണ് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസം, അതായത് 9 ജൂൺ മുതൽ, അതായത് നാളെ മുതൽ നമ്മൾ പറയുന്ന പോലെ, ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടീമിന്റെ ഒരു ടീച്ചർ എന്ന നിലയിൽ, കുറെ നിങ്ങളെ പ്രധാനപ്പെട്ട ചില സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അഷ്യൂർ ചെയ്യുന്നു എന്താണ്, ടീമിന്റെ ഭാഗമായിട്ട് എന്താണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100ൽ 70+ മാർക്ക് കിട്ടും എന്നുള്ളത്. എന്താ 70+ മാർക്ക് കിട്ടിയുള്ള ഗുണം? നിങ്ങൾക്ക് ജോബ് കിട്ടി എന്നുള്ളതാണ്, നിങ്ങൾക്ക് സർവീസ് കിട്ടി എന്നുള്ളതാണ്. ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങളൊന്നും ബോധർ ചെയ്യണ്ട. അതിന് ഇന്റർവ്യൂവിനൊക്കെ ഏകദേശം എല്ലാവർക്കും നല്ല മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇന്റർവ്യൂവിന് അങ്ങനെ കുറഞ്ഞ മാർക്ക് കിട്ടുന്ന ഒരു കേസ് വളരെ റെയർ ആണ്. ഓക്കെ, അപ്പോൾ 100ൽ 70 മാർക്ക് നിങ്ങൾ നേടിയാൽ
എന്തായി, നിങ്ങൾ ഉദ്ദേശിച്ച സർവീസ്, നിങ്ങൾ ഉദ്ദേശിച്ച ജോബ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം കളയാതിരിക്കുക, മീൻസ് വേസ്റ്റ് ആക്കി കളയാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് ഒക്കാബ്സ്പീഡിയ ഈ പ്രാവശ്യം ഇതുവരെയും ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളിൽ നിന്ന് വേണം ടോപ്പ് റാങ്കേഴ്സ്. അടുത്ത വർഷം ഈ മെയിൻസ് നമ്മൾ 2 പ്രധാന കോഴ്സസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ മെയിൻസിന് ഈ വർഷം കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡും. ഇത് രണ്ടിലും ടോപ്പർ. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന, ഈ പറയുന്ന, ഇപ്പൊ എൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഞാൻ തയ്യാറാണ്, അതായത് ഇനിയുള്ള ദിവസം ഞങ്ങൾ പറയുന്ന പോലെ തയ്യാറാണ് എന്ന് പറയുന്ന ഒരാളായിരിക്കണം ടോപ്പ് റാങ്ക്, ഒന്നാമത്തെ റാങ്കുകാരൻ. ഈ കേൾക്കുന്ന, ഇത് ചെയ്യാൻ പോകുന്ന ഒരാളെ, ഒന്ന് മാത്രമല്ല 2, 3, 4 എല്ലാം, അതാണ് ആഗ്രഹം. ഓക്കെ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഗ്രഹവും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ലക്ഷ്യവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാട്ടി കൂടുതൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ഞങ്ങളുടെ ടീമും ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോമിസ് ആണ്. ഇതൊരു അതേപോലെ വാക്കാണ്. എന്താണ്, നിങ്ങളുടെ സമയം എഫിഷ്യൻ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അപ്പൊ ഇനിയുള്ള ദിവസം, മെയിൻസ് എഴുതുന്ന ദിവസം വരെ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. അപ്പൊ അതിൽ നിങ്ങൾക്ക് അത് നേരിടുന്ന ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ നേരിടാം. അതിനാണ് ഞാൻ എല്ലാ വീക്കിലും ഞാൻ വരുന്നത്. എന്തിനാണ്, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സിനെ, ഇനിയൊരു ദിവസത്തെ നിങ്ങൾ ചെയ്യുന്ന ഈ വർക്കിനെ ആസ്വദിച്ച്, സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പഠനം ഈ പഠിക്കാൻ പോകുന്നത്, ഇനിയുള്ള 100 ദിവസം ഞാൻ ഇത്രയും പഠിക്കണമല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇത്രയും പഠിക്കാൻ, ഇത്രയും അറിവാണ് നിങ്ങൾ നേടുന്നത്. ഇവിടെ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ അറിവൊന്നുമില്ല, ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് അറിവുകളാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. അപ്പോൾ ഈ പഠനം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ കാണാപാഠം പഠിക്കരുത്. ഇത് ഡിഗ്രി മെയിൻസ് എക്സാം ആണ്. ഇതൊരു 10th ലെവലോ ഒരു 12th ലെവലോ എക്സാം അല്ല. ഫാക്ട് ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡിഗ്രി മെയിൻസ് എക്സാമിൽ ഫാക്ട് ഉണ്ടാകും, പക്ഷെ അത് വളരെ കുറവായിരിക്കും. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള, കൺസെപ്റ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഗ്രി ലെവൽ കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ഫാക്ട് ആണെങ്കിൽ കൂടി, ഫാക്ട് ബേസ്ഡ്, അതായത് ഡിഗ്രി ലെവൽ വരാൻ പോകുന്ന ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പോലും കാണാണ്ട് പഠിക്കാണ്ട് ആസ്വദിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡും വരും ദിവസങ്ങളിൽ പല സെഷനുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഈ പ്രോസസ്സ്, ഈ പ്ലാന് ആസ്വദിച്ച് ചെയ്യാം. അപ്പൊ ആസ്വദിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും നമുക്ക് ക്ഷീണം തോന്നില്ല. കാരണം നമ്മളത് സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ സന്തോഷത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ നമുക്കൊരു ക്ഷീണവും തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഒരു പേഴ്സണൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഓക്കെ, ഞാൻ ഒരു ദിവസം 15-16 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ പലരും ചോദിക്കാറുണ്ട് റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് ആസ്വദിക്കുന്നതുകൊണ്ട്, അറിവാണ് ഞാൻ നേടുന്നത്. അതുകൊണ്ട് അപ്പോൾ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ, നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന പോലെ, അല്ല ഫുട്ബോൾ കളിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പഠനത്തെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം. ആൻഡ് ഈ ടൈം നിങ്ങൾ ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സെഷൻ മുമ്പ് ഞാൻ 2 പോള് ഞങ്ങൾ നടത്തിയിരുന്നു. അതിൽ 2ാമത്തെ പോളിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഇപ്പോൾ കറന്റ്ലി എത്ര മണിക്കൂർ പഠിക്കുന്നുള്ളതാണ്. അതെനിക്ക് ഷോക്കായി പോയി. അതിൽ കുറച്ച് പേരെ, ഒരു 100 കുട്ടികളെ എന്ത് ചെയ്തോളൂ, ആ പോള് അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ അതില് ഒരു 90% കുട്ടികൾ പഠിക്കുന്ന, ഒരു ദിവസം പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മണിക്കൂർ 6 മണിക്കൂർ ആ റേഞ്ചിലാണ്. അത് ഡിഗ്രി മെയിൻസ് പാസ്സാകാൻ അത് പോരാ മക്കളെ, അത് പോരാ. അപ്പൊ അതിൽ കൂടുതലൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്.
അതൊക്കെ ചെയ്യാം. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നല്ല. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കൂടുതൽ സമയം എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സമയം തരാൻ തയ്യാറാണോ അടുത്ത 100 ദിവസത്തിലോട്ട്? ഏകദേശം ഒരു 100 ദിവസം ഉണ്ടാവും നിങ്ങളുടെ മെയിൻസിലോട്ട്. തയ്യാറാണോ? നിങ്ങളുടെ സമയം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സമയം, പഠിക്കാൻ വേണ്ടിയുള്ള സമയം നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അലസതയിൽ നിന്നൊക്കെ ഒന്ന് മാറി സടകുട അങ്ങനെ എന്ത് പറയല്ലേ, നമ്മളൊന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്യണം? ഇതിലോട്ട്, ഈ പ്രോസസ്സിലോട്ട് വാ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു കമൻറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അത് ഇപ്പോഴും പുള്ളി ഇന്നൊരു സീനിയർ IAS ഓഫീസറാണ് UP കാഡറിൻ്റെ. ഓക്കെ, പുള്ളി അത് കേട്ടപ്പോഴേ എനിക്ക് വളരെ അന്ന് കൗതുകം. ഞാൻ എവിടെ കുട്ടികളോട് പഠിപ്പിച്ചാലും ഞാൻ ഈ പറയുന്ന ഒരു കാര്യമാണ്. എന്ത്? ഒരു വ്യക്തി ഒരു പ്ലാൻ ഇല്ലാതെ വർക്ക് ചെയ്താൽ, അതാണ് എ പേഴ്സൺ ഫെയിൽസ് ടു പ്ലാൻ. ഒരു പ്ലാൻ ഇല്ലാതെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നെങ്കിലും, അതിപ്പോ ഞങ്ങളാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, ഒരു പ്ലാൻ ഇല്ലാതെയാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ, ഒരു പ്ലാൻ ഇല്ലാതെയാണെങ്കിൽ പഠിപ്പിക്കുന്നെങ്കിൽ, ആ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ആ ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും അത് ഫെയിലായിരിക്കും. ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് എന്ത് സംഭവിക്കും? അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? അത് ഫെയിലിയർ ആണ്. അപ്പോ പഠിക്കുന്ന ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ എന്ത് വേണം? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ നിലവിൽ നിങ്ങളിപ്പോൾ ഏകദേശം ഒരു 119ഓളം കുട്ടികൾ ലൈവിലുണ്ട് ഇപ്പോൾ നിലവിൽ. നമ്മുടെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 119 പേരും ഡിഫറെന്റ് ആണ്. നിങ്ങൾ 119 പേരും സെയിം അല്ല. നിങ്ങൾ ഓരോരുത്തർക്കും എന്തുണ്ട്? നിങ്ങളുടേതായ സ്ട്രെങ്ത്തും നിങ്ങളുടേതായ വീക്ക്നെസ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രിലിംസ് പാസ്സാകാൻ പോകുന്നത് ഒരേപോലെയല്ല. നിങ്ങൾ പ്രിലിംസ് പാസ്സാകാൻ പോകുന്നത് മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും, ഇപ്പൊ ചില കുട്ടികൾക്ക് 45 മാർക്ക് ഉണ്ടാവും, ചിലർക്ക് 40 ഉണ്ടാവും, ചിലവർ 50 മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മെയിൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ആ മാർക്ക് കിട്ടിയത് ഒരേ ശൈലിയിൽ ഒരേപോലെ പഠിച്ചിട്ടല്ല. ഇപ്പൊ ചില കുട്ടികൾ മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില കുട്ടികൾ മലയാളം ഇംഗ്ലീഷിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില ജനറൽ സബ്ജക്ട്സിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാ സബ്ജക്ട്സിലും ഒരേപോലെ സ്ട്രോങ് അല്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? എല്ലാവരും എന്ത് ചെയ്യും? പ്രിലിംസ് പാസ്സാവും. അപ്പൊ ഇവിടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മെയിൻസിൽ അങ്ങനെയല്ല. ആ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മെയിൻസ് പാസ്സാകാൻ പറ്റില്ല. മെയിൻസ് പാസ്സാണോന്നുണ്ടെങ്കിൽ സിലബസിൽ പറയുന്ന എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് എല്ലാം വലിച്ചു വാരി കയറി പഠിക്കരുത്, കണ്ട മെറ്റീരിയൽ കയറി വായിക്കരുത്. ഓക്കെ, അതിനൊരു രീതിയുണ്ട്. അതായത് അയ്യോ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ, അതല്ല ചെയ്യേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് അനാലിസിസ് നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അതാ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു സെഷനിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നൊരു ജനറൽ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീക്കിലി നമ്മൾ നടത്തുന്ന ഇതേപോലത്തെ ഒരു ഡെയിലി ഞങ്ങൾ ഓരോ ആഴ്ച നിങ്ങൾക്ക് ഓരോ വർക്ക് തരും. അതിന്റെ ഔട്ട്പുട്ട് അനുസരിച്ചിട്ടായിരിക്കും പിന്നീട് എന്താണ് ഓരോ ആഴ്ചകളിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ മെയിൻസ് പാസ്സാകാൻ എന്ത് വേണം? മെയിൻസിലുള്ള സിലബസിലുള്ള എല്ലാ സബ്ജക്ട്സും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ്വദിച്ച് പഠിച്ച് തീർത്തിരിക്കണം സിലബസിൽ പറയുന്ന. അപ്പൊ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? ചിലർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഭൂരിഭാഗം കുട്ടികളും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ 90% നമ്മൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡിനുള്ള സ്റ്റുഡൻസ് ആണ്. പിന്നെ ഇത് രണ്ടും അല്ലാണ്ട് വേറെ എഴുതുന്ന ഡിഗ്രിക്ക് കോമൺ സബ്ജക്ട്സ് ചേർന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടറിനായിരിക്കും. അപ്പൊ ഏത്
എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം ആയിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. നിങ്ങളുടെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ അത് ചെയ്യണം. എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് വൺ സൈഡ് പ്രിന്റ് ഔട്ട് ആയിരിക്കണം. അത് 2 കോപ്പി എടുത്താൽ അത്രയും നല്ലത്. ഒരു കോപ്പി നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൽ, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി റൂം ഉണ്ടാവും, ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും. സ്റ്റഡി ടേബിളിന് മുന്നോടിയായി അവിടെ ആ സ്റ്റഡി റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും വിസിബിൾ ആയ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പൊ അത് ഒരെണ്ണം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഒരെണ്ണം എപ്പോഴും കയ്യിൽ ക്യാരി ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താന്ന് പറഞ്ഞുതരാം. അതായത് ഇത് ചെയ്ത് വെക്കണം. സിലബസ് നിങ്ങൾ മൊത്തം സിലബസ് ഒരു 2 ഹാർഡ് കോപ്പി എടുക്കുക, അറ്റ്ലീസ്റ്റ് ഒരു കോപ്പിയിൽ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ റൂമിൽ അത് സ്റ്റിക്ക്, അത് എല്ലാ സിലബസും കാണുന്ന രീതിയിൽ അത് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്നിട്ട് കയ്യിലുള്ളൊരു കോപ്പി എന്ത് ചെയ്യണം, എപ്പോഴും ഇരുന്നിട്ട് എന്ത് ചെയ്യണം, സിലബസ് ഇങ്ങനെ ഗോ ത്രൂ ചെയ്യണം. ഓരോ സബ്ജക്ട്സിന്റെയും ഓരോ സിലബസ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, അപ്പൊ അതോടെ അത് സിലബസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഓരോ സബ്ജക്ട്സും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും ഈ വരും ക്ലാസ്സുകളിൽ ഞാൻ ഓറിയന്റേഷൻ പറയില്ല, ഓരോരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതും പറഞ്ഞു തരാം. അത് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റിയും ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിൽ ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഓക്കെ, എന്താണ് സിലബസിൽ പറയുന്ന ഓരോ വേർഡിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അപ്പൊ ആ സിലബസ് തറവായിരിക്കണം. സിലബസ് വളരെ തറവായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ പോളിറ്റി എടുത്താല്, അല്ലെങ്കിൽ കേരള ഗവർണൻസ് എടുത്താല്, അല്ലെങ്കിൽ ഇപ്പൊ പ്രിലിംസിലുള്ള കുറെ സിലബസ് നിങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് തറവായിട്ടുണ്ടാവും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ. എങ്കിൽ കൂടിയും മെയിൻസിന്റെ സിലബസ് എന്ത് ചെയ്യണം, ഒന്നും കൂടി വായിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ ഏതൊക്കെ ടോപ്പിക് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഓക്കെ, ഇത് ഏത് സബ്ജക്റ്റ് ആണ്, ഈ സിലബസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മുമ്പ് ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾ എന്തായാലും നടത്തിയിരിക്കണം. അപ്പൊ സിലബസിലുള്ള മെയിൻസ് എക്സാം എഴുതുമ്പോഴത്തേക്കും സിലബസിലുള്ള ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കണം. അതായത് കാണാപ്പാടം പഠിച്ചു വെക്കണം എന്നല്ല പറയുന്നത്. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഓക്കെ, എന്നും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെക്കണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു ഡയറിയിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ സിലബസിൽ പറയുന്ന ഓരോ സബ്ജക്ട്സും നിങ്ങൾ എങ്ങനെ പഠിക്കണം. അപ്പൊ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു മാർക്കറും കൂടി വാങ്ങിക്കുക, ഒരു ഹൈലൈറ്ററും കൂടി വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്കണോമിന്റെ മെയിൻസ് കേസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പലരും ന്യൂ എക്കണോമിക് റിഫോംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 3 സെഷനായിട്ട് ഞാൻ അത് എടുത്തതാണ്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക. അത് കണ്ടതിന് ശേഷം അതിലുള്ള മെറ്റീരിയൽ വായിക്കുക, അതിലുള്ള PYQ സോൾവ് ചെയ്യുക. ഓക്കെ, സ്വയം സോൾവ് ചെയ്യുക. PYQ സോൾവ് ചെയ്യാൻ നേരത്ത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആൻസർ അവിടെ മാർക്ക് ചെയ്യരുത്. അവിടെ തന്നെ ആ മെറ്റീരിയൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. അതെന്താണെന്നുള്ളത് വരും സെഷനിൽ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ന്യൂ എക്കണോമിക് റിഫോംസ് പഠിച്ചു തീർന്നവർക്ക് സിലബസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, എക്കണോമി മെയിൻസിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു ഹൈലൈറ്റർ ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ക്ലാസ്സസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയറിന്റെ ക്ലാസ്സസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതേപോലെ തന്നെ മെമ്മറി ഡിവൈസസ്, CPU, പ്രോസസ് ഷെഡ്യൂൾ, അങ്ങനെ 3 ക്ലാസ്സസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇന്ന് നാളത്തോടു കൂടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ ആദ്യത്തെ ക്ലാസ്സസും, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും കാണും. അപ്പൊ 4 ക്ലാസ്, അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ അത് ക്ലാസ് കണ്ട് അതിലുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി, അതിലുള്ള മെറ്റീരിയൽ വായിച്ച്, അതിലുള്ള PYQ ഒക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഓക്കെ, ഈ സംഭവം എനിക്ക് ക്ലിയർ ആയി.
അപ്പൊ എന്ത് ചെയ്യുക, അതങ്ങനെ മാർക്ക് ചെയ്യുക. അതേപോലെ ഓരോ സബ്ജക്ട്സും നമ്മുടെ ആ ഷെഡ്യൂളിലുള്ള ഓരോ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള PYQ ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ, അപ്പൊ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ കളർ കാണും. ഇത്രയും ഞാൻ പഠിച്ചിട്ടുള്ളൂ, ഇത്രയും ഇനിയും പഠിക്കാനുണ്ട്, അപ്പൊ ഞാൻ പഠിക്കുന്നത് പോരാ. ഇതൊരു പ്രോസസ്സായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പഠിച്ച്, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും, അയ്യോ ഇത്രയും കഴിഞ്ഞിട്ടുള്ളൂ, ഇത്രയും പഠിച്ചിട്ടേ ഉള്ളൂ, ഇനി പഠിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക, വളരെ സ്മാർട്ടാണ്. അപ്പൊ എങ്ങനെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതും ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പതുക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സിലബസ് അപ്പം നിങ്ങൾ തറവായി നോക്കിക്കഴിഞ്ഞാൽ, ഒരു കാര്യം നോക്കിയിട്ട് ഇന്ന് തന്നെ അത് ചെയ്യണം. ഇന്ന് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ, നിങ്ങൾ എന്താണ് സ്വന്തം ഒരു ഇവാലുവേറ്റ് ചെയ്യുക. മെയിൻസ് സിലബസ് ഇതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന കുട്ടികൾ, അപ്പോൾ നിങ്ങൾ ആ സിലബസ് നോക്കിക്കഴിയുമ്പോൾ, ആ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, ഇതാണ് സിലബസ്, ഇതിൽ ഇത്രയും എനിക്ക് അറിയാവുള്ളൂ, ഇത്രയും ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ഡയറിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പൊ കമ്പനി ബോർഡ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും, നമുക്ക് കറണ്ട് അഫെയറിനെ ഒരു സബ്ജക്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ 15 സബ്ജക്റ്റും, കറണ്ട് അഫെയറിനെ ഒരു സബ്ജക്റ്റ് ആക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 14 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ കറണ്ട് അഫെയറിനെ ഞാനൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് വേ, കറണ്ട് അഫെയറിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡിനും 15 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് പഠിക്കാൻ നിൽക്കരുത്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതാതിന്റെ കറണ്ട് അഫെയർ പഠിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, കറണ്ട് അഫെയർ ഒക്കെ എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്ട്, അതിനൊക്കെ സ്പെഷ്യൽ സെഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ. അപ്പൊ കുറച്ച് ക്ലാസ് ഒന്ന് മുന്നോട്ട് പോട്ടെ, എന്നിട്ട് നമുക്കതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കറണ്ട് അഫെയർ മാറ്റിക്കഴിഞ്ഞാൽ, കറണ്ട് അഫെയറിന് അപ്പോൾ ഓരോ സബ്ജക്ട്, എക്കണോമിന്റെ കറണ്ട് അഫെയർ എക്കണോമിയുടെ കൂടെ തന്നെ പഠിക്കാം. ഓക്കെ, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കറണ്ട് അഫെയർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ തന്നെ അതിനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകും. അങ്ങനെ വേണം പഠിച്ചു പോകാൻ. അതാണ് ഒരു കംപ്ലീഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 14 സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 14 സബ്ജക്ട്സിൽ 3 സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. അപ്പൊ ഇത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പഠിച്ചതാണ്. സിലബസിൽ വലിയ മാറ്റവും ഇല്ല. അത് അപ്പം അത്യാവശ്യം നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം മലയാളം, ഇംഗ്ലീഷ്, മാത്സിലോട്ട് എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള 11 സബ്ജക്ട്സിൽ പ്രിലിംസിന് കോമൺ ആയിട്ടുള്ള, പ്രിലിംസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അതിൽ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയിൽ സബ് കാറ്റഗറി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ്. കമ്പ്യൂട്ടർ ഉണ്ട്, അതും നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഉണ്ട്. അപ്പോൾ അത് ഒക്കെ പ്രിലിംസിന് പഠിച്ചതാണ്. പക്ഷേ എക്കണോമിക്സ് വരുമ്പോൾ ഞാൻ ഓൾറെഡി എക്കണോമിക്സിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എക്കണോമിക്സിന്റെ മെയിൻ സിലബസിൽ ഭയങ്കര മാറ്റമാണ് പ്രിലിംസിൽ നിന്നിട്ട്. ഓക്കെ, അപ്പോൾ മെയിൻസിന്റെ സിലബസിൽ കുറച്ച് ടോപ്പിക് കഴിഞ്ഞാൽ കുറേ പുതിയ ടോപ്പിക്കുകൾ എക്കണോമിക്സിൽ ഉണ്ട്. അപ്പൊ എക്കണോമിക്സിന്റെ സിലബസ് പ്രിലിംസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാറ്റേൺ വ്യത്യസ്തമാണ്. അപ്പൊ എക്കണോമിക്സിന്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമായിട്ടുള്ളത് എല്ലാവരും വന്നിട്ട് ലൈവായിട്ട് എടുക്കാൻ വേണ്ടി തന്നെ വെച്ചിട്ടുള്ള സെഷനാണ്. ഓക്കെ, അതെല്ലാം ഞാൻ പറഞ്ഞില്ല സബ്ജക്ട് വൈസ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ഈ സിലബസ് ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡിന്റെ ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. അതിനൊരു വ്യക്തമായ ഒരു പ്ലാനോടുകൂടി നെക്സ്റ്റ് വീക്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ, ഇവിടെ കമ്പനി ബോർഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ് അവിടെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്നത്. കേരള ഗവർണൻസ് 2 പേർക്ക് കോമൺ ആണ്, കേരള ഗവർണൻസ് അല്ലാത്ത. പക്ഷെ നിങ്ങളിതൊന്നും ഡിഗ്രി പ്രിലിംസിന് മിക്ക ടോപ്പിക്കും, കേരള ഗവർണൻസിലെ കുറച്ച് ടോപ്പിക്സ് സിവിക്സിൽ ഉണ്ടെന്ന് വെച്ചാൽ ബാക്കി മിക്ക ടോപ്പിക്സും അത് സിവിക്സ് നിങ്ങൾ മര്യാദക്ക് പ്രിലിംസിന് ആരെയൊക്കെ പഠിച്ചിട്ടില്ല. അതെനിക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്കൊരു മനസ്സിലായിരുന്നു. അപ്പൊ കേരള ഗവർണൻസ് കമ്പനി ബോർഡിന് 10 മാർക്ക് ഉണ്ട്. അപ്പൊ കമ്പനി ബോർഡിലുള്ള കുട്ടികൾക്ക് കേരള ഗവർണൻസ് എന്നാണ് ഒരു സ്പെഷ്യൽ ടോപ്പിക് പോലെ തന്നെ കാണണം, ഇമ്പോർട്ടന്റ് ആക്ട്സിന്റെ കൂടെ തന്നെ. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേസിലാണെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടും കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുന്നുണ്ട്. അതിനൊരു സ്പെഷ്യൽ സെഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ
അതാണ് അവിടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്. കേരള ഗവർണൻസ് രണ്ടുപേർക്കും ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റിന് 5 മാർക്ക് ഉണ്ട്. ഈവൻ സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം ഒക്കെ ആണെങ്കിലും കേരള ഗവർണൻസ് അവിടെയൊക്കെ ഉണ്ട്. മറ്റ് സബ്ജക്ട്സിലൊക്കെ കേരള ഗവർണൻസ് ഉണ്ട്. പക്ഷെ കമ്പനി ബോർഡിലത് 10 മാർക്കാണ്. അതാണ് വ്യത്യാസം. കമ്പനി ബോർഡിലത് 10 മാർക്കാണ്. അതൊരു അപ്പം സ്പെഷ്യൽ ടോപ്പിക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു നല്ലൊരു ക്ലാസ്സസും നല്ലൊരു മെറ്റീരിയലും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീക്ക് കൂടി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബോദർ ചെയ്യേണ്ട. അത് നിങ്ങൾ ക്ലാസ്സിന്റെ കൂടെ തന്നെ പോയാൽ മതി. ഒരുപാട് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മെറ്റീരിയലൊക്കെ അന്വേഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അവിടെ ഞാൻ പറഞ്ഞില്ല, ടൈമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറിച്ച് അപ്പൊ നിങ്ങളിപ്പോൾ സെൽഫ് ഒരു അനാലിസിസ് നടത്തേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച കുറെ സബ്ജക്ട്സ് ഇല്ലേ, പ്രിലിംസിന് പഠിച്ച കുറെ സബ്ജക്ട്സ് ഇല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി പ്രിലിംസ് പാസ്സാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില സബ്ജക്ട്സിന് ഹിസ്റ്ററിയിലെ ചില ടോപ്പിക്സ് ഒന്നും, വേൾഡ് ഹിസ്റ്ററിയിൽ ചിലപ്പോൾ നിങ്ങൾ ചില ഏരിയാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചില ഏരിയാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. കേരള ഹിസ്റ്ററിയിൽ ചില ഏരിയാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും മെയിൻസിന് പറ്റൂല. മെയിൻസിനൊക്കെ പഠിക്കണം. കാരണം ഇതൊക്കെ ഇങ്ങനെ പഠിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പേടിക്കണ്ട. പഠിക്കണം എന്നുള്ളൊരു മനസ്സ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പഠിക്കേണ്ട രീതി അത് അടിപൊളിയാക്കി തരാം. അതിനൊരു പ്ലാൻ ഉണ്ട്. വെറുതെ ഒരു പ്ലാൻ ഇല്ലാണ്ടല്ല, പഠിക്കണമെന്നുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി, റെഡിയാക്കിയാൽ മതി. അതൊരു ഈസി ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കും. ഓക്കെ, അത് ചെയ്തു തരാം. ഓക്കെ, പക്ഷെ നിങ്ങൾ മെന്റലി റെഡി ആയിരിക്കണം. ഒരു പ്ലാൻ ഉണ്ടാവണം. നിങ്ങളെ പ്ലാനിൽ ഉണ്ടാവണം. അതായത് പ്ലാനിൽ എന്തായിരിക്കണം, മെയിൻസിലുള്ള ഒരു ടോപ്പിക് പോലും ഞാൻ സ്കിപ്പ് ചെയ്യില്ല, എല്ലാം ഞാൻ പഠിച്ചിട്ട് ഈ വർഷം മെയിൻസ് എക്സാം എഴുതുള്ളൂ. അത് മനസ്സുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാറ്, തയ്യാറാകുക. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഈ പറയുന്നതിന്റെ പ്രധാന കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള സമയം നിങ്ങൾ അതിനു വേണ്ടി അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ ഇതാണ് ഞാനിവിടെ സെൽഫ് ഇവാലുവേഷൻ. അതായത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 14 സബ്ജക്ട്സിൽ നിങ്ങളുടെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ 14 സബ്ജക്ട്സിൽ ഈ 14 സബ്ജക്ട്സിൽ ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾക്കൊരു സ്വന്തം ഒരു തോന്നലുണ്ടല്ലോ, എനിക്ക് ഈ സബ്ജക്ട് ഈസിയാണ് അല്ലെങ്കിൽ ഈ സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. അത് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. 14 സബ്ജക്ട് എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് അവിടെ സൈഡിൽ ഇത് എനിക്ക് ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് ഞാൻ പഠിച്ചിട്ടില്ല, പ്രിലിംസിന് ഇന്ന ടോപ്പിക് ഉണ്ടായിട്ടും അത് ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടില്ല എന്ന് എഴുതി വെക്കുക. കാര്യം ഇത് ആദ്യം നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ചെയ്തു വെക്കുക. ഇതാണ് ഞാൻ പിന്നെ സയൻസിനെ കുറിച്ചിട്ടും നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൺസേൺ ഉള്ള ഒരു കാര്യമാണ് എന്ത്, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇത് പ്രിലിംസിന് പഠിച്ചിട്ടില്ല, മെയിൻസിനാണ്. അയ്യോ സാറേ വാസ്റ്റ് സിലബസ് ആണ്. അതും വളരെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു അതും എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സയൻസ് സബ്ജക്ട്സിനെ കുറിച്ചും സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അപ്പൊ അത് രണ്ടിനെ കുറിച്ചിട്ടും എല്ലാം നിങ്ങൾ ഇപ്പോൾ ബോധനുണ്ട്. ഞാൻ സെൽഫ് ഇവാലുവേഷൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സബ്ജക്ട്സ് കുറെ ടോപ്പിക് മെയിൻസിനുണ്ട്. അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ മലയാളം എങ്ങനെയാണ്, നിങ്ങൾക്ക് സ്ട്രോങ് ആണോ, ഇംഗ്ലീഷിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. അപ്പൊ മലയാളവും ഇംഗ്ലീഷും മാത്സിനും മെയിൻസിന് ഈക്വൽ വെയിറ്റേജ് ആണ്. 10 മെയിൻ പ്രിലിംസ് പോലെയല്ല. പ്രിലിംസിന് എന്താണ്, മാത്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിനും കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. മാത്സിനും ഇംഗ്ലീഷിനും വെയിറ്റേജ് കൂടുതലായിരുന്നു. മറിച്ച് മലയാളത്തിന് 10 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെയിൻസിലോ സെയിം ആണ്, എല്ലാത്തിനും 10 മാർക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100 റാങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ അത് അത് ഇവാലുവേഷൻ ചെയ്യണം. അതിന് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞുതരാം എന്താണ് ആ പ്ലാൻ എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്ന് ആയിരിക്കണം. എന്താണ്, മലയാളം ഇംഗ്ലീഷ് മാത്സിൽ നിന്ന് 30 മാർക്കാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്ന് പറഞ്ഞാൽ. മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്ന് പറഞ്ഞാൽ 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, പ്ലസ് ആണ്. 25 മാർക്ക് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, 25 പ്ലസ്. ഈ പ്ലസ് മറന്നു പോരുത് കേട്ടോ. എന്നുവെച്ചാല് 25 മാർക്ക് മിനിമം, നിങ്ങളെല്ലാവരും മിനിമം മാർക്ക്
മലയാളം ഇംഗ്ലീഷ് 30-ൽ നിങ്ങൾ എല്ലാവരും മിനിമം 25 മാർക്ക് നേടിയിട്ടുണ്ടാകണം. അത് മനസ്സുകൊണ്ട് സെറ്റ് ആക്കിക്കോ. അയ്യോ സാറേ മാത്സ് എന്നെ കൊണ്ട് പറ്റൂല, മാത്സ് ഞാൻ പഠിക്കൂല, അത് നടക്കൂല. മാത്സ് പഠിക്കണം. നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മെന്ററെ അറിയിക്കൂ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട്, നിങ്ങൾ മാത്സ് വീക്കായ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പെഷ്യൽ സെഷൻ തരാം. ഇംഗ്ലീഷ് വീക്കായ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം നിങ്ങളുടെ അനന്തൻ സാറിനെ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം അറിയിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കണം. നിങ്ങൾ ആദ്യമേ തന്നെ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ 10 മാർക്ക് പോയില്ലേ? അപ്പൊ അത് ചെയ്യരുത്. അതെന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് പറയൂ, അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞുതരാം. അപ്പോ ഇത് മനസ്സിൽ ഇംപ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ഈ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കുട്ടിയായിട്ടല്ല. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ അടുത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഇത് ഞാൻ എപ്പോഴും എന്നെ വിലയിരുത്തുന്നത് ഞാൻ എന്നായിട്ട് തന്നെയാണ്. അതായത് ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നായിട്ട് തന്നെയാണ്. ഇന്നത്തെ ഞാനും തമ്മിലാണ് കോമ്പറ്റീഷൻ. ഇന്നലെ ഞാൻ എന്തായിരുന്നോ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റു കുട്ടികളെ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ബോധർ ചെയ്യണ്ട. അവരെന്ത് പഠിക്കുന്നു, അവരെങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. നിങ്ങൾ ബോധർ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ ബോധർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കുറിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നാളെ മെയിൻസ് എക്സാം നടക്കുകയാണെന്ന് വിചാരിക്കാം. നാളെ 9th ജൂൺ 2026 നിങ്ങൾ എല്ലാവരോടും നിർബന്ധമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ്, നാളെ ഒരു മെയിൻസ് എക്സാം ഉണ്ട് ഈ സിലബസിൽ, നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പലർക്കും കിട്ടുന്ന മാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രിപ്പറേറ്ററി ലെവൽ, നിങ്ങൾ ഓരോരുത്തരുടെയും അറിവ് ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിച്ചു വെച്ചിട്ടുള്ള അറിവ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരുടെയും സ്കോർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു ഉദാഹരണം പറയണം. അപ്പൊ ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ ഡിഗ്രി ലെവലിലെ ഒരു മെയിൻസ് എക്സാമിന്റെ പരീക്ഷ നാളെ എഴുതിയപ്പോൾ അവർക്കുള്ള മാർക്ക് 30 മാർക്കാണ്. 30 മാർക്കിന്റെ അറിവേ ഇപ്പൊ ഉള്ളു. ഇപ്പൊ ഉള്ള ഇത്രയും കുട്ടികൾ, ഇപ്പൊ എന്റെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പിടിച്ചിട്ട് നാളെ ഞാൻ മെയിൻസ് എക്സാമിന്റെ ടെസ്റ്റ് നടത്തിയാൽ ഒരു മെജോറിറ്റി, ഒരു 60% കുട്ടികളുടെയും സ്കോർ 30 ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു 20% കുട്ടികളുടെ സ്കോർ, മെയിൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രിലിംസ് അല്ല, ചിലപ്പോൾ 40 ഉണ്ടാവും. ബാക്കിയുള്ള ഒരു 50 മാർക്കിന് മേലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ റയർ ആയിട്ട് 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ അതുപോലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനിയുള്ള 100 ദിവസം കൊണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പൊ 30 മാർക്കിന്റെ അറിവേ നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ അടുത്ത 100 ദിവസം കൊണ്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 100 ദിവസം കിട്ടുമോ? കിട്ടും, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ കൺസേൺ ആണ്ട, 100 ദിവസം കിട്ടും. കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് എക്സാം പോകുന്നവർക്ക് 100 ദിവസം കിട്ടും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ 30 മാർക്കിന്റെ അറിവേ നിങ്ങൾക്കുള്ളൂ. ഈ 100 ദിവസത്തെ നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ട്, വെറും ഹാർഡ് വർക്ക് അല്ല, സിസ്റ്റമാറ്റിക്, അതാണ് സ്മാർട്ട് വർക്ക്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ 100 ദിവസം കൊണ്ട് നമ്മൾ 30 മാർക്കുള്ള വ്യക്തിയെ എന്താക്കി മാറ്റുന്നു? 70 മാർക്കുള്ള വ്യക്തിയായി മാറുന്നു. അപ്പൊ നിങ്ങൾ ആരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പുള്ള നിങ്ങളുടെ അറിവിനെ അടുത്ത 100 ദിവസം കൊണ്ട് ഒരു 40 മാർക്ക് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു 45 മാർക്ക് കിട്ടുന്നവനാണെങ്കിലോ അവൻ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഒരു 40 മാർക്ക് കൂട്ടാം, അപ്പൊ 85 മാർക്കായി. അപ്പൊ നെക്സ്റ്റ് 100 ഡേയ്സിൽ അടുത്ത 100 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ്? 30 മാർക്കുള്ള നിങ്ങളായിട്ടാണ് ഇപ്പൊ കോമ്പീറ്റ് ചെയ്യുന്നത്. അത് 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായി? ചിലപ്പോൾ 35 മാർക്കുള്ള വ്യക്തിയായി മാറിയിട്ടുണ്ടാവും. എക്സ്ട്രാ 5 മാർക്കുള്ള അറിവ് നിങ്ങൾ നേടി അടുത്ത 10 ദിവസം കൊണ്ട്.
അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ അറിവിനെ കൂട്ടി. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം 1 മാർക്ക് നിങ്ങളുടെ ഇപ്പൊ അറിയാത്ത മേഖലകൾ പഠിച്ച് 2 ദിവസം കൊണ്ട് നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത മേഖലകൾ പഠിച്ച് എന്ത് ചെയ്യണം, 1 മാർക്കെങ്കിലും മിനിമം നിങ്ങൾ എക്സ്ട്രാ ആ നോളേജ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാകണം. അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും, അപ്പൊ ഇതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം. നിങ്ങൾ ആരായിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത് സ്വയം പറയേണ്ട. എന്നും രാവിലെ എഴുന്നേറ്റാൽ സ്വയം, അപ്പൊ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ഡയറിയിൽ എഴുതി വെക്കണം. എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. സിലബസിൽ ആ മതിലിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ആ കണ്ടന്റ് നിങ്ങൾ മാർക്ക് ചെയ്യണം. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ, ഓക്കെ ഇന്നലെ ഞാൻ ഇന്ന കാര്യങ്ങളാണ് പഠിച്ചത്, ഇന്ന് ഞാൻ ഇന്നത് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഈ ടോപ്പിക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ, അപ്പൊ രാവിലെ അവിടെ ഒരു പ്ലാൻ. അഗെയിൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡയറിയിൽ എഴുതി വെക്കണം. അപ്പൊ രാവിലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാട്ടോ. അത് ഏർലി മോർണിംഗ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ പഠിക്കണമെന്നോ പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ലേറ്റ് നൈറ്റ് പേഴ്സൺ ആണ്. ഞാൻ രാവിലെ 6 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. ചിലപ്പോൾ 5 മണിക്ക് കിടന്നുറങ്ങും, ചിലപ്പോൾ 12 മണിക്ക് കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അതാണ് ഞാനൊരു വ്യക്തി, സ്റ്റുഡന്റ് ആയ സമയത്തും ഇപ്പോൾ ടീച്ചറായ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ മീൻസ് ഞാൻ രാവിലെ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളൊന്ന് ഒരു 6 മണിക്കൂർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മിനിമം 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ ഉറങ്ങിയാൽ സൂപ്പർ. അപ്പോൾ ഉറക്കത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ടൈറ്റ് ആക്കരുത്. ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വളരെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഒരു ബൂസ്റ്റ് ആണ്. ഗുഡ് സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ്. ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് 4 മണിക്കൂർ ഉറങ്ങും അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങും, അലാറം വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അലാറം അടിക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യണ്ട. ഇപ്പോ അത് നല്ലത് അലാറം വെക്കാണ്ട് കിടന്നുറങ്ങുക. സ്വന്തം ശരീരത്തിന് എപ്പോൾ എഴുന്നേക്കണമെന്ന് തോന്നുക. അയ്യോ സാറേ ഞാൻ അങ്ങനെ ചെയ്താൽ 12 മണി അങ്ങനെ ഉറങ്ങുന്നവരുണ്ട്. അതല്ലട്ടോ, അവരല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 12 കിട്ടിയാൽ 12, 18 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തി മഹാമാരുണ്ട്, അതെനിക്കറിയാം. ഞാൻ അവരല്ല ഉദ്ദേശിച്ചത്. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അത്രയും മതി. 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങണ്ട, അത്രയും മതി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഗുഡ് സ്ലീപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ പലരും കുറച്ച് പേര്, ഞാൻ ഒരു റിപ്ലൈ നിങ്ങളിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 123 പേരുണ്ട് അലാറം വെച്ച്, സർ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഉറക്കം മാക്സിമം 4 hour ആണ്. അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ കേസാണ്. നിങ്ങൾക്ക് 4 hour ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, നമ്മുടെ ഈ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതായത് തലവേദന. ഞാൻ പറയാൻ പോയത് ടോപ്പിക്ക് അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക്, ഇപ്പൊ 122 പേരുണ്ട്, ഒന്ന് കുറച്ച് പേരെങ്കിലും എനിക്കത് പറഞ്ഞാൽ മതി. എത്ര പേർക്ക് പഠിക്കുമ്പോൾ തലവേദന മീൻസ് പഠന സംബന്ധമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ എത്ര പേർക്ക് സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടായിട്ടുണ്ട്? സിവിയർ ഹെഡ് ഏക്ക്, തലവേദന എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് പഠനമായിട്ട് സംബന്ധിച്ചിട്ട്? ആർക്കും ഇല്ലേ തലവേദന? അത് മെസ്സേജ് ഇട്ടാണ്, കുറച്ച് ഡിലേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കുട്ടികൾക്ക് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ എന്താണ് പഠിക്കുന്നവർക്കാണ്ടത്, പഠിക്കാത്തവർക്കല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്താണ്, നിങ്ങൾ ഓവറായിട്ട് അതായത് നമ്മളെ ശരീരത്തെ, പ്രത്യേകിച്ച് നമ്മളെ ബ്രെയിനിനെ മറന്ന് നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഓവർ ഹീറ്റിംഗ്, നിങ്ങൾ കമ്പ്യൂട്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമ്പ്യൂട്ടർ കുറേ നേരം വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? അതൊന്ന് തൊട്ട് നോക്കിയേ, ചൂടായിട്ടുണ്ടാവുമല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ഷട്ട് ഡൗൺ ചെയ്യാറില്ലേ? ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, അപ്പൊ ആ ഹീറ്റിംഗ് കുറയും, ഓവർ ഹീറ്റിംഗ് മാറി അത് നോർമലാവും. അതേപോലെയാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ ഈ കഴിഞ്ഞ നമ്മൾ എക്സാം അടുക്കുമ്പോഴുണ്ടല്ലോ, എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഒരു ആവേശമാണ്. അയ്യോ 1 മാസമുള്ളൂ, ഇനി പഠിക്കണം എന്നുള്ള അത്. അപ്പൊ ലാസ്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും ഒരു മരണവെപ്ലാറുണ്ട്. മീൻസ് ഭയങ്കര ഇതുവരെ പഠിക്കാത്ത രീതിയിൽ. അങ്ങനെ ചെയ്യരുത്. മെയിൻസിന് അങ്ങനെ ലാസ്റ്റ് 1 month ഇല്ല.
ഈ 100 ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ തലവേദനയുടെ കാര്യം, തലവേദന പെട്ടെന്ന് വരില്ല, അത് നമുക്ക് കുറെ ചില സൂചനകൾ തരും. ചെറിയ മൈൽഡ് വേദന തുടങ്ങുമ്പോൾ തന്നെ ഈ തലവേദന വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാണ്, ഇതെന്തിനാ ഞാൻ ഈ തലവേദനയുടെ കാര്യം ഇപ്പൊ ഈ സ്ട്രാറ്റജി സെഷനിൽ പറഞ്ഞത്? ബിക്കോസ് നല്ല തലവേദന വന്നെന്തോ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റില്ല. 2 ദിവസം, പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല, തലയിൽ കയറില്ല. അപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? നമ്മുടെ സമയമാണ്. അപ്പൊ സമയം നഷ്ടപ്പെടാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന വരുന്ന ട്രിഗർ പോയിന്റ് നമുക്ക് സ്വന്തം അറിഞ്ഞിരിക്കണം. ഇതും സെൽഫ് ഇവാലുവേഷൻ ആണ്. സ്വന്തം ശരീരത്തെ കുറിച്ച്, നമ്മുടെ ശരീരം എന്താണ്, എത്ര സ്ട്രോങ് ആണ്, എത്ര വീക്ക് ആണെന്ന് സ്വന്തം ഒരു നോളജ് ഉണ്ടാകണം. അപ്പോൾ പെട്ടെന്ന് വീക്ക് ആകുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇപ്പൊ തന്നെ എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 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 ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 50 മിനിറ്റ് വരെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്തോളൂ. അത് കഴിയുമ്പോൾ ക്ലാസ് കേൾക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, വായിക്കുകയാണെങ്കിലും ചെറിയ എന്ത് വരും, ഇത് വരും, ഒരു സ്ലോനെസ് വന്നു തുടങ്ങും. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്താവും, അത് ഇതാവും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലാസ് കാണുമ്പോൾ ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, അത് കണ്ടേ പറ്റുള്ളൂ. എല്ലാ എന്നുള്ള കേസ് ആണെങ്കിൽ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 1 മണിക്കൂർ കണ്ടിട്ട് പോസ് ചെയ്യാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. തിരിച്ച് ലോങ് ബ്രേക്ക് എടുക്കരുത്, ചെറിയ ബ്രേക്ക്, സ്മോൾ ബ്രേക്ക്, ചെറിയ ബ്രേക്കുകൾ എടുത്ത് ഇരിക്കുന്ന സ്ഥലത്ത് നേരിട്ട് കുറച്ച് നടക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറിയൊരു നാപ്പ് എടുക്കുക. അപ്പൊ ചെറിയ ബ്രേക്കുകൾ എടുത്ത് നിങ്ങൾ പഠിച്ചു പോകുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഞാൻ പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമയം, അതായത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തെ വീക്കാക്കി കളഞ്ഞാൽ അവിടെ നമുക്ക് സമയ ലോസ് ഉണ്ടാവും, അത് ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, തിരിച്ച് വീണ്ടും ഞാൻ ആ MEMലോട്ട് നമ്മൾ ഒരു ലക്ഷ്യം പറഞ്ഞു. MEMന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ 70 മാർക്ക് ഈ വർഷത്തെ മെയിൻസിൽ 100ൽ 70, മിനിമം 70 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. 70 മിനിമമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് 80 85 ഒക്കെ അടിക്കാം. 1ാം റാങ്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ, 1ാം റാങ്ക് അടിക്കുന്ന ആള് 80 വേണം, 1ാം റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്നൊരു പ്രതിജ്ഞ ചെയ്യണം. നിങ്ങൾ ഇപ്പോ 30, നിങ്ങളെ ഞാൻ ഒരു 30 മാർക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, അഹങ്കാരം വേണ്ട. അത് നല്ലതാണ്. നമ്മൾ ഈവൻ വലിയ നോളജ് ഉണ്ടെങ്കിൽ കൂടിയും, ഒരു 50 മാർക്ക് കിട്ടാനുള്ള നോളജ് ഉണ്ടെങ്കിൽ കൂടിയും സ്വയം എന്ത് ചെയ്യാം, ഒന്ന് താഴോട്ട് ഇറങ്ങി വരാം. എന്താണ്, ഇപ്പൊ എനിക്കൊരു മെയിൻസ് ചെയ്ത് എനിക്കൊരു 30 മാർക്കിനൊരു നോളജേ ഉള്ളൂ. പക്ഷേ അടുത്ത 100 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 80ലോട്ട് എത്തിക്കും. 80 എത്തിയാൽ എന്താ, ടോപ്പറായി, 1ാം റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിലുള്ള ആളായി. അപ്പൊ ഇവിടെ ആദ്യത്തെ നമ്മൾ സ്വയം ഒരു ഒരു മൈൻഡ് സെറ്റ് റെഡിയാക്കണം. എന്താണ്, അടുത്ത 100 ദിവസം കൊണ്ട് ഞാനിവിടെ തുടങ്ങിയത് 70 മാർക്കാണെങ്കിലും നമ്മൾ സ്വയം പറയേണ്ടത് എന്താണ്, എനിക്ക് 80 മാർക്ക് വാങ്ങിക്കണം. അതിനു വേണ്ടി 80 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇനി 100 ദിവസം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വളരെ ആസ്വദിച്ച് പഠിക്കാൻ പോവാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്, പഠനം ആസ്വദിച്ച് പഠിക്കണം. ഇതൊരു കീറാമുട്ടിയാണ് എന്ന്, അല്ലെങ്കിൽ അയ്യോ പഠിക്കണ്ടേ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് അറ്റൈൻ ചെയ്യാനും പറ്റില്ല. ഇനിയുള്ള ഒരു 100 ദിവസം ഇതൊരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കാണാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കാൻ, ഈ പഠനം ആസ്വദിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതും വരും സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് പറയേണ്ട കുറെ കാര്യങ്ങൾ ഇന്ന് തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും കുറെ കുട്ടികളുണ്ട്, ആകെ 130 പേരെ ലൈവിലുള്ളൂ. അല്ലാത്ത ഒരുപാട് ആയിരക്കണക്കിന് പിള്ളേർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളുടെ മെന്ററിനെ അറിയിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നേരിടുന്ന, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ ആസ്വദിച്ച് പഠിക്കണം എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ
എക്കണോമി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ന്യൂ എക്കണോമിക് റിഫോംസ് കണ്ടു നോക്ക്. നിങ്ങൾക്ക് അത് ആ ക്ലാസ് മനസ്സിലായോ, അത് ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഞാൻ ഇപ്പോൾ ഈ 2 സബ്ജക്ട് ഇപ്പോൾ മെയിൻസിന് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയും ഇനിയും വേറെ സബ്ജക്ട്സ് വരും. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്. ഓക്കെ, ഞാൻ പോളിറ്റിയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ പബ്ലിക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരും. പക്ഷേ ഇത് നിർബന്ധമായിട്ടും ഇത് കാണാത്തൊരു, ആ ടോപ്പിക്കിന്റെ പേര് നിങ്ങൾ ടൈപ്സ് ഓഫ് മെജോറിറ്റി എന്നാണ്. ഈ ടൈപ്സ് ഓഫ് മെജോറിറ്റി എന്ന ഈ ക്ലാസ് കാണാത്ത എല്ലാവരും, ടൈപ്സ് ഓഫ് മെജോറിറ്റി എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് അപ്ലോഡഡ് ക്ലാസ്സസ് ആണ്. അത് ഈ ലേണിംഗിൽ വരും. പക്ഷെ അതിന് മുമ്പ് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഇത് കാണുക. ഇതിന്റെ മെറ്റീരിയലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ മലയാളം മെറ്റീരിയലും നാളെ തന്നെ കിട്ടും, ഇംഗ്ലീഷ് മെറ്റീരിയലും കിട്ടും. ഓക്കെ, ഇത് 1 മണിക്കൂർ 15 മിനിറ്റുള്ളൂ, പക്ഷെ ഒരുപാട് ഇൻഫോർമേഷൻ. ഈ ക്ലാസ്, ഈ ടൈപ്സ് ഓഫ് മെജോറിറ്റി എന്ന ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്നവർക്ക് കൂടി അതൊരു റിവിഷനും കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അതെല്ലാം അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നിലവിൽ ഇപ്പൊ ഞാൻ 3 സബ്ജക്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതേപോലെ എക്കണോമിക്സ് മെയിൻസ്, പൊളിറ്റിയുടെ ഒരു സെഷൻ. ഓക്കെ, കേരള ഗവർണൻസ് മെജോറിറ്റി ഓഫ് ദി ടോപ്പിക്സ് ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആക്ട്സും യൂണിവേഴ്സിറ്റി അസസിന്റെ ടോപ്പിക്സ് ഒക്കെ മെജോറിറ്റി ഓഫ് ദി ടോപ്പിക്സ് ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് എൻജോയ് ചെയ്ത് പോകാം. അപ്പം അത് അവിടെ ഞാൻ വരുന്നുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ഈ സെൽഫ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ ഇംഗ്ലീഷിന്റെ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഫുൾ ടെസ്റ്റ്, സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും ഉള്ള നിങ്ങളുടെ സിലബസ്, അതാണ് ഇംഗ്ലീഷിന്റെ സിലബസ് ഒന്ന് എടുത്ത് നോക്കണം. അത് മര്യാദക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് കാണാത്തവരുണ്ടാവും, മിടുക്കന്മാരും അങ്ങനത്തെ. ഇപ്പോഴും ഇത്രയും പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ടും ഇംഗ്ലീഷിന്റെ സിലബസ് മര്യാദക്ക് ഫുള്ളി കാണാത്ത ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പൊ അവര് എന്ത് ചെയ്യാ, അവരെന്താ ചെയ്യേണ്ടത്, ആ സിലബസ്, ഇംഗ്ലീഷിന്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെ സിലബസ് ഫുള്ളി കാണാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിന്റെ സിലബസ് നിങ്ങൾ ഫുള്ള് കാണണം. എന്നിട്ട് അപ്പോൾ ഈ 100 ടെസ്റ്റ്, ഈ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഈ 100 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പറയുന്നത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കഴിഞ്ഞ 2021 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനായിരിക്കും. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും, അപ്പൊ മെയിൻസ് ഇതുവരെ എഴുതാത്തവർ അറിഞ്ഞു വെച്ചോ, മെയിൻസിന് 90 മിനിറ്റ് ആണുള്ളത്. പ്രിലിംസിന് 75 മിനിറ്റ് ആണെങ്കിൽ മെയിൻസിന് എന്താ ഉള്ളത്, മെയിൻസിന് എത്ര മിനിറ്റ് ഉണ്ട്, മെയിൻസിന് 90 മിനിറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പൊ 90 മിനിറ്റ് ഉള്ള ഒരു പരീക്ഷയായിരിക്കും, 90 മിനിറ്റ് ഉള്ള ഒരു എക്സാം ആയിരിക്കും എന്താണ് നമ്മൾ നടത്താൻ പോകുന്നത്. മെയിൻസിന് നടത്താൻ പോകുന്ന എല്ലാ എക്സാമിലും 90 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ 90 മിനിറ്റ് കൊണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ 100 ചോദ്യവും 90 മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കണം. ചില കുട്ടികളുണ്ട് 45, വലിയ മിടുക്കന്മാരാകാൻ ശ്രമിക്കുന്ന കുറെ കുട്ടികളുണ്ട്. 45 മിനിറ്റ് കൊണ്ട് വേഗം പരീക്ഷ എഴുതി അങ്ങോട്ട് പോകുന്നു. അയ്യോ, ബാക്കി 45 മിനിറ്റ് ഞാൻ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഇത് എനിക്ക് നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് വൊക്കാബ് സ്പീഡിയുടെ ടീമിന് നിങ്ങൾ ഇംഗ്ലീഷിൽ എത്ര സ്ട്രോങ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്കും അറിയാൻ പറ്റും, ഞങ്ങൾക്കും അറിയാൻ പറ്റും, ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതേപോലെ ഒരാഴ്ച കഴിയുമ്പോൾ മലയാളത്തിന്റെയും ഫുൾ സിലബസിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് ഉണ്ടാവും. അടുത്ത ആഴ്ച മാത്സിന്റെയും 100 ക്വസ്റ്റ്യന്റെ ടെസ്റ്റ് ഉണ്ടാവും. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി. ഈ ചോദ്യങ്ങളൊക്കെ PSCയിലായിരിക്കും. എന്തിനാണ് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകാൻ. എന്താണ്, ഇപ്പോ നിലവിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്,
മലയാളത്തിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മാത്സിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതറിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി എത്ര മണിക്കൂർ മലയാളം പഠിക്കണം, എത്ര മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കണം, എത്ര മണിക്കൂർ മാത്സ് പഠിക്കണം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറാക്കാൻ പറ്റും. നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റും. അതാണ് ഈ 3FT ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ ടെസ്റ്റിലൂടെ ഞങ്ങൾക്കും നിങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് സ്വയം ഒരു ഒന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാം. കാരണം ഇനി അയ്യോ ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, മാത്സ് പഠിച്ചിട്ടില്ല, നിങ്ങൾ പ്രിലിംസ് പാസ്സാകാൻ പോരല്ലേ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാതിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് എഴുതണം. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒന്ന് എഴുതി വെക്കുക. അത് അങ്ങനെ അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് ഇനി പറയുന്ന ഒരു ടെസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അതൊരു നിങ്ങളുടെ കരിയറിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ എല്ലാത്തിൻ്റെയും റാങ്ക് ലിസ്റ്റ്, എല്ലാ സ്റ്റുഡൻസിന്റെയും റാങ്ക് അവിടെ സിൻസിയർ ആയിരിക്കണം കേട്ടോ. കള്ളത്തരം ഒന്നും കാണിക്കരുത്. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമില്ല. നിങ്ങൾ ഒരു ആളാവാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് ആളാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, കള്ളത്തരം കാണിക്കരുത്. സിൻസിയർ ആയിട്ട്, അതാ ഞാൻ പറഞ്ഞത്, സിൻസിയർ ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാം കോൾ. അപ്പോൾ കള്ളത്തരം ഒന്നും കാണിക്കരുത്. നിങ്ങൾ സിൻസിയർ ആയിട്ട്, നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടിയാലും അതിലൊരു കുഴപ്പമില്ല. അത് കാണിച്ചാൽ മതി. നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം, എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ 20 മാർക്ക്, 100-ൽ 20 മാർക്ക് ഇംഗ്ലീഷിനോ മാത്സിനോ കിട്ടുന്ന കുട്ടികൾക്ക്, മലയാളത്തിനോ കിട്ടുന്ന കുട്ടികൾക്ക് അത് എങ്ങനെ 90-ലോട്ട് എത്തിക്കാം എന്നുള്ളത് പറഞ്ഞു തരാം. അവർക്ക് വേണ്ടി മാത്രമായിട്ട് സെഷൻ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ എഴുതൂ, നല്ല ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു ഫസ്റ്റ് തിങ് ആണ് എന്ത്, ഈ 3 MEMന്റെ ഫുൾ ടെസ്റ്റ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഹൗ മച്ച് ടൈം ഫോർ MEM ഡാഷ് അവേഴ്സ് എന്നുള്ള അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന സെഷനിൽ ആ ടെസ്റ്റ് കഴിയുമ്പോൾ, ഈ ആദ്യത്തെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് കഴിയുമ്പോൾ ഞാൻ വരും. ആ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഇവാലു ആയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഓരോ കുട്ടികളുടെ മാർക്ക് പറഞ്ഞ് ആ കുട്ടികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ, അതായത് ആ ലൈവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ആളുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കുറച്ച് പേരുണ്ടാവുമല്ലോ ആ കാറ്റഗറിയിലുള്ള, അപ്പൊ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ MEM, അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്നാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ, ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ എന്താ, ഈ പ്ലാനിന്റെ പ്രത്യേകത എന്താ? പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും ആ പ്ലാനിൽ. ആ പ്ലാനിന്റെ ഭാഗമുണ്ട് ലക്ഷ്യം. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എന്താണ്, മിനിമം 70 മാർക്ക്, മാക്സിമം എത്ര വേണമെങ്കിലും, അത് 80-ഓ 85-ഓ എത്ര വരെ അറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്ര അറ്റൈൻ ചെയ്യാം. കാരണം ഫസ്റ്റ് റാങ്ക് എനിക്ക് ഒരാളെ എനിക്ക് വേണം. ഫസ്റ്റ് മാത്രമല്ല, 1, 2, 3 ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ മാക്സിമം 70+ ആണ്. അത് എവിടെ വേണമെങ്കിലും പോവാം, എത്ര വേണമെങ്കിലും എത്തിക്കാം. അപ്പൊ അതിന് സെറ്റാണ്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് MEMല് നിങ്ങളെല്ലാവരും മിനിമം മാർക്ക്, മിനിമം 25, 30 മാർക്കിൽ 30-ൽ MEMന് 30 മാർക്കാണ് അല്ലേ? എല്ലാത്തിനും 10 എന്ന് പറയുന്നത് 30. മിനിമം എല്ലാവരും 25 മാർക്ക്. അത് 26 ആക്കാം, 27 ആക്കാം, 28 ആക്കാം, 29 ആക്കാം, 30 ആക്കാം. കാരണം അത് പറ്റുമോ? 30 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത് അടുത്ത സെഷനിൽ ഞാനൊരു സ്റ്റുഡന്റിന്റെ, ഈ സെക്രട്ടറി അസിസ്റ്റന്റിലെ 3ാം റാങ്കുകാരൻ എൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസിലും, ഞാൻ നടത്തിയ മെയിൻസ് ടെസ്റ്റ് സീരീസിലും, അപ്പോൾ അവിടെ ഞാനൊരു കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ മാർക്കൊക്കെ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് നടത്തിയ പുള്ളിയുടെ ഓരോ സബ്ജക്റ്റിനും മാർക്കൊക്കെ അനാലിസിസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായിരിക്കും നിങ്ങൾക്ക് അതിനെ കണ്ടൊരു ബെറ്റർ രീതിയിൽ. അന്ന് ഒരു കുറഞ്ഞ റിസോഴ്സാണെങ്കിൽ ഇന്ന് വൊക്കാബ് സ്പീഡ് എന്നൊരു വലിയൊരു ടീമുമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലും സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ടെസ്റ്റിൽ 3ാം റാങ്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ നടക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ടെസ്റ്റിനും കമ്പനി ബോർഡിനും ഫസ്റ്റ് റാങ്ക് ഞാൻ തോക്കും. അത് നിങ്ങൾ ഒരാളായിരിക്കും, അതിലൊരു സംശയം വേണ്ട. ഓക്കെ, നമ്മൾ നോക്കും. ഓക്കെ, അത് ഞാൻ ചില സമയത്ത് എൻ്റെ ഈ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. ഈ മലയാളത്തിൽ എൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഞാൻ മലയാളി തന്നെയാണ്, പക്ഷെ ഞാൻ ക്ലാസ് എടുത്തതൊക്കെ എന്ന് ഇംഗ്ലീഷിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ എത്രയും വേഗം നിങ്ങൾക്ക് മനസ്സിലാവുന്ന, എല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന രീതിയിൽ അത് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ അതൊരു ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത് മിനിമം. അപ്പൊ മനസ്സ് ഒരു ഗോള് സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്ലാനിന്റെ ഒരു ഗോളാണ്. അപ്പൊ ഒരു പ്ലാൻ റെഡി ആയി കഴിഞ്ഞാൽ അതിനൊരു സബ് പ്ലാൻസ് വേണം. 70 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 70 മാർക്കിലോട്ട് എത്താൻ എന്താ ചെയ്യേണ്ടത്? മലയാളം ഇംഗ്ലീഷ് മാത്സിൽ നിന്ന് ഞാൻ എത്രയാ സ്കോർ ചെയ്യേണ്ടത്, മലയാളം ഇംഗ്ലീഷ് മാത്സിൽ നിന്ന് ഞാൻ എത്രയാ സ്കോർ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു പ്ലാൻ വേണം. അപ്പൊ ആ പ്ലാനാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഒരു ചെയ്യാൻ പറ്റില്ലേ? ചെയ്യണം. ഓക്കെ, ഒരു യെസ് അടിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന്. അതായത് എന്താണ് MEMൽ നമ്മൾ 25 നമ്മൾ എന്ത് ചെയ്യും? 25 മാർക്ക് നമ്മൾ പിടിച്ചെടുക്കും. 25 മാർക്ക് നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ഓക്കെ, അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ് പറഞ്ഞത്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. 100 ദിവസം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരുപാട് അതിനൊരു വ്യക്തമായൊരു പ്ലാൻ നമ്മുടെ ടീം റെഡിയാക്കിയിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ അതിനു വേണ്ടി തയ്യാറാക്കാം. മനസ്സുകൊണ്ട് നിങ്ങളെ തയ്യാറാക്കലാണ് നമ്മുടെ ബേസിക് ഉദ്ദേശം. ഓക്കെ, ഇനി അപ്പൊ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി അടുത്ത അപ്പൊ MEM എന്ന സബ്ജക്ട് നിങ്ങൾ ഡെയിലി പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും MEM ഡെയിലി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കുറെ MEM പഠിച്ചാണ്, ഇനി ഞാൻ ഒരു മാസത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, MEM പഠിക്കുന്നില്ല എന്ന് ആരെങ്കിലും മനസ്സിപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലുള്ളത് മാറ്റിവെച്ചേക്ക്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്തായിരുന്നു? ഒരു ഇന്ത്യയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പോഴും നമ്മൾ എടുത്ത് നോക്കിയാൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലത്തെ ഒരു പ്ലെയർ നമുക്ക് ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ സൂര്യവംശിയായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ പുള്ളി പയ്യൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ, മീൻസ് എത്രയോ വർഷം കൺസിസ്റ്റന്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സച്ചിൻ ടെണ്ടുൽക്കർ അയാളുടെ പീക്ക് ടൈമിൽ ഒരാഴ്ച ഞാൻ ഇപ്പോ വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആണ്, അതുകൊണ്ട് ഞാൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി നോക്കിയാൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് സംഭവിക്കും? വിവരം അറിയും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ട്, ഞാൻ MEMൽ ഭയങ്കര സ്ട്രോങ് ആണെന്നൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. എന്താണ്? പക്ഷെ ആ അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്യരുത്? ഡെയിലി പ്രാക്ടീസ് നിർത്തരുത്. അപ്പോൾ MEM എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് വരും സെഷനുകളിൽ ഞാൻ പറഞ്ഞില്ല. നമ്മുടെ വീക്കിലി ഇത് ഇങ്ങനൊരു റെഗുലർ ആയിട്ട് നമ്മൾ നടത്തിയിരിക്കും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് എണ്ണം കൂട്ടാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് റെഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മനസ്സ് സെറ്റ് ആക്കണം. എന്താണ്? ഒന്ന് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഡെയിലി ഞാൻ എന്ത് ചെയ്യണം? MEM പ്രാക്ടീസ് ചെയ്യണം. അത് മനസ്സിൽ വെച്ചാൽ മതി. എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് ഒക്കെ കഴിയട്ടെ. അപ്പൊ അതിൽ ചെയ്യേണ്ട എന്താണ്? ഈ 2026 ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറയാം, 2026 ഏകദേശം PSC ഒരു 50ഓളം എക്സാം 10th ലെവലിലും 12th ലെവലിലും ആയിട്ട് എക്സാം നടത്തിയിട്ടുണ്ട്. ഈവൻ ഹൈസ്കൂൾ HST ഒക്കെ ഉൾപ്പെടെ ഒരുപാട് 2026. അപ്പൊ ഈ 2026 നടന്ന എല്ലാ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായി? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ചെയ്തോ. ബാക്കി എന്താണെന്നുള്ളത്, ബാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മാർക്ക് കിട്ടിയതിനു ശേഷം, ഇപ്പൊ ഇംഗ്ലീഷിന്റെ മാർക്ക് കഴിയുമ്പോൾ നമുക്ക് സിലബസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളോട് തന്നെ ഒരു ഫീഡ്ബാക്ക് തരാൻ പറയും, മാർക്ക് എവിടെ കുറഞ്ഞു, അല്ലെങ്കിൽ അതൊരു നമ്മൾ ആപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ പറയാം. എന്താണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഏത് ഏരിയയിലാണ് വീക്ക്, മലയാളത്തിൽ ഏത് ഏരിയയിലാണ് വീക്ക്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ടൈം കൊടുക്കാം. അപ്പൊ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി വ്യക്തമായ പ്ലാൻ കിട്ടും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2026 നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പൊ നമ്മുടെ ഒരു ഗോൾ ഇതാണ്. ചുരുങ്ങിയത് 2000 ഇതുവരെ, അതായത് പുതിയ പാറ്റേൺ വന്നതിന് ശേഷമുള്ള എല്ലാ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ എല്ലാ സ്റ്റേജിലുള്ള 10th 12th ഡിഗ്രി ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. അപ്പൊ ആ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിർത്തുകയും ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ MEMനെ കുറിച്ചിട്ട് അത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ MEM കൂടാണ്ട് അപ്പൊ MEM എന്ന് പറയുമ്പോൾ 3 സബ്ജക്ട് ഫിക്സ്ഡ് ആയി ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി MEM കൂടാണ്ട് 3 സബ്ജക്റ്റും കൂടി എക്സ്ട്രാ നിങ്ങൾ
ഡെയിലി മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം നിങ്ങൾ 3 സബ്ജക്റ്റ്. അപ്പം നമുക്കറിയാം മൊത്തം 14 സബ്ജക്റ്റ്. MBM മാറ്റി കഴിഞ്ഞാൽ മൊത്തം ബാക്കി 11 സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 11 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയെ ഞാൻ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. 5 മാർക്കുള്ളത് ഹിസ്റ്ററി ഒരു സബ്ജക്റ്റ്. പിന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മെയിൻസിന് പൊളിറ്റി എന്നല്ല പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. അതിന് ഒറ്റയായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ. പിന്നെ 3 സയൻസ് സബ്ജക്ട്സ്. അപ്പൊ 6 3 9 വന്നു. പിന്നെ കേരള ഗവർണൻസ്, പിന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സ് അല്ലെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ ഇത്രയാണ് 11 സബ്ജക്ട്. അപ്പൊ ഈ 11 സബ്ജക്റ്റിൽ മിനിമം 3 സബ്ജക്ട് ഒരു നിങ്ങളുടെ ടൈം, അത് സബ്ജക്റ്റ്, അത് ടൈം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വരും ദിവസത്തിൽ പക്ഷെ മനസ്സിൽ സെറ്റ് ചെയ്തു. മിനിമം 3 സബ്ജക്റ്റ്, ഒരു ചുരുങ്ങിയത് ഓരോ സബ്ജക്റ്റിനും 2 മണിക്കൂർ വീതം. ഒരു സബ്ജക്റ്റിന് മിനിമം 2 മണിക്കൂർ വീതം. ചിലപ്പോൾ അത് ക്ലാസ് കാണലായിരിക്കും, ചിലപ്പോൾ അത് മെറ്റീരിയൽ വായിക്കലായിരിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് മനസ്സിൽ കരുതി വെക്കണം. ഇത് നാളെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ട, അതായത് നാളെ എന്ന് പറഞ്ഞാൽ 9th ജൂൺ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു, ദിസ് ഇസ് ഫോർ സിൻസിയർ, ഹാർഡ് വർക്കിംഗ്, കമ്മിറ്റഡ് സ്റ്റുഡൻസ്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്തേ പറ്റൂ, അല്ലാണ്ട് ഷോർട്ട് കട്ട് ഇല്ല ഇവിടെ. സക്സസിന് ഷോർട്ട് കട്ട് ഇല്ല, അതിന് കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മിനിമം 3 സബ്ജക്ട്സ് പഠിക്കാം. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഡെയിലി സ്റ്റഡി പ്ലാനിന്റെ എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരേപോലെ അത് ആപ്ലിക്കബിൾ ആണെന്നില്ല. ഇപ്പൊ ചില സബ്ജക്ട്സ് നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാനിലുള്ള ചില സബ്ജക്ട്സ് ചില കുട്ടികൾ അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, അത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ചിലപ്പോൾ കേരളിസ്റ്റ് ചില കുട്ടികൾക്ക് ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം, അല്ലാത്തവർക്ക് അപ്പൊ ഇത് അന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാത്ത, അതായത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന സബ്ജക്റ്റ് ആണ് നമ്മളെ ഡെയിലി സ്റ്റഡി പ്ലാൻ എങ്കിൽ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് അത് ഓൾറെഡി ആ സബ്ജക്റ്റും മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു സബ്ജക്റ്റ് എടുക്കണം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കേ അറിയാവുള്ളൂ ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, മിനിമം 3 എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെ ഈ 3 സബ്ജക്ട്സിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ ഒരു സെഷൻ ഞാൻ പറഞ്ഞില്ലേ, മറ്റന്നാൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്മുടെ പോളിറ്റിന്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ പോളിറ്റി എങ്ങനെ പഠിക്കണം എന്നുള്ളതും, അപ്പൊ അവിടെ ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകളുടെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് ഓറിയന്റേഷൻ പോലെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓരോരോ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും പല സെഷനുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ ജസ്റ്റ് ഒന്ന്, ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ഒരു ബേസ്, ഒരു അടിത്തറ ഇട്ട് നോക്കുകയാണ്. നമ്മൾ എന്താണ് ഇനി അടുത്ത 100 ദിവസം കൊണ്ട് ചെയ്യാനുള്ള. അപ്പോൾ മെന്റലി റെഡി ആയിക്കോ. ഡെയിലി MEM പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ മിനിമം 3 സബ്ജക്ട്സ് പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രിലിംസ് സബ്ജക്ട്സ്. ഓക്കെ. പ്രിലിംസ് സബ്ജക്റ്റിൽ ഓക്കെ 5 സബ്ജക്റ്റ് പ്രിലിംസ് പഠിച്ച MEM അല്ലാത്ത 5 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിക്ക് പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസാണ്. ചെറിയ മൈനർ വ്യത്യാസമുണ്ട്. അത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണാം. കമ്പനി ബോർഡും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എങ്ങനെ പഠിക്കാം, ഹൗ ടു പ്രിപ്പയർ എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അത് രണ്ടും അത് രണ്ടും എക്സാം എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ ഇവരുടെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഹിസ്റ്ററിക്ക് മെയിൻസിന് 5 മാർക്കാണ്, ജോഗ്രഫിക്ക് 5 മാർക്കാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറിന് 5 മാർക്കാണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 3 മാർക്കേ ഉള്ളൂ.
അതാണ്. അപ്പൊ ഈ 5 സബ്ജക്റ്റും കൂടി ആയിട്ട് 23 മാർക്കാണ്. അപ്പൊ ഈ 5 സബ്ജക്റ്റും നിങ്ങൾ ചിലവര് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും പ്രിലിംസിന്, ചിലവര് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ നിങ്ങളുടെ നോളേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ MEMന്റെ ഫുൾ ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ MEMന്റെ ഫുൾ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഒരു 5 ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. വീണ്ടും ഈ 5 സബ്ജക്ട്സിന്റെ അതായത് നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് 5 ഫുൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 100 ക്വസ്റ്റ്യൻസ്. എത്ര മിനിറ്റ് ആയിരിക്കും? 90 മിനിറ്റ്. 5 ടെസ്റ്റ് നമ്മൾ എല്ലാ മെയിൻസിന്റെ സിലബസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുക. അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഈ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, വീക്ക് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ 8 ടെസ്റ്റും നടക്കും കേട്ടോ. ഈ ജൂണിൽ തന്നെ. ഇതാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ ചിലപ്പോൾ ഒരു 4-5 ദിവസം കൂടി എക്സ്ട്രാ എടുത്തേക്കാം. പക്ഷെ ഈ ജൂൺ 30 കൂടി ഈ 8 ടെസ്റ്റും കണ്ടക്ട് ചെയ്യുക. അതിൽ തന്നെ റാങ്ക് ലിസ്റ്റ് ഇടുക. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാകുക. എന്താണ് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, മറ്റു കുട്ടികൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരായിട്ടാണ്? നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളായിട്ടാണ്, നിങ്ങൾ എന്ന വ്യക്തിയായിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ അറിവുമായിട്ടാണ്. ഓക്കെ, അപ്പൊ അതെപ്പോഴും മറ്റുള്ളവരുടെ മാർക്ക് കേട്ടിട്ട് പാനിക് ആകരുത്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ അത്രേ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യും. എന്താണ് ഈ 5 ടെസ്റ്റ് നടത്തും. അപ്പൊ ഇവിടെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഈ 23 മാർക്കിൽ ഈ 5 സബ്ജക്റ്റിൽ നിന്ന് മെയിൻസിന് 23 മാർക്സ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡിനാണെങ്കിലും ഒരേ മറ്റ് എക്സാമിൽ ഞാൻ ഇവിടെ കമ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ 2 ഇതിന്റെ വെച്ചിട്ടാണ്. അവിടെ മറ്റ് SI ഒക്കെ ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, മാർക്സിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവിടെ സ്പെഷ്യൽ ടോപ്പിക്സിന് ഭയങ്കര വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാർക്ക് കൂടുതലാണ്, പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ വെയിറ്റേജ് കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മുടെ 90% സ്റ്റുഡൻസും നമ്മുടെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ കോമൺ സബ്ജക്ട്സ് ഉള്ള കുട്ടികൾക്കും നിങ്ങളുടെ സബ്ജക്ട്സ് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളി കവർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അത് പേടിക്കണ്ട. അപ്പൊ ഇവിടെ ഈ ഒരു ഗോള് നമ്മൾ അടുത്ത ലക്ഷ്യം, രണ്ടാമത്തെ ഗോള്. ആദ്യത്തെ ഗോൾ എന്താണ്? MEMന് മിനിമം 25 മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഈ 5 സബ്ജക്റ്റും മെയിൻസിന് 23 മാർക്കാണ്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേസിലും കമ്പനി ബോർഡിന്റെ കേസിലും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഗോൾ വേണം. മിനിമം 15 മാർക്ക്. ഈ 5 സബ്ജക്ട്സിൽ നിന്ന് 23 മാർക്കിൽ മിനിമം 15. ഇത് 16, 17, 18 ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വാങ്ങിച്ച കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റിൽ. അപ്പോൾ അത് അവരെങ്ങനെയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ ഞാൻ വരും സെഷനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത നമ്മുടെ രണ്ടാമത്തെ ഒരു ഗോളാണ്. എന്ത്? ഈ 5 പ്രിലിംസിന് പഠിച്ച ഈ 5 സബ്ജക്ട്സിൽ നിന്ന് 23 മാർക്കാണുള്ളത്. അവിടെ നിന്ന് 15 മാർക്ക് എനിക്ക് അറ്റൈൻ ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാൻ പറ്റും എന്താണ് ഈ 5 സബ്ജക്റ്റിലും നിങ്ങൾ എവിടെ നിൽക്കുന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ 5ഉം 3ഉം 8 സബ്ജക്റ്റായി. 5, 3, 8 സബ്ജക്റ്റായി. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലരും എന്താണ് ഓക്കെ ഞങ്ങൾക്ക് അറിയാം, ഇന്നൊക്കെ പഠിക്കാനുണ്ട്, ഇത്രയും നാളായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി പറയാൻ പോകുന്ന മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്. അപ്പൊ മെയിൻസ് റിലേറ്റഡ് ആയിട്ട് സബ്ജക്ട്സ് 3 എണ്ണമാണ് ഉള്ളത്. സയൻസിന്റെ സബ്ജക്ട്സ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എക്കണോമിക്സിനെ ഞാൻ മെയിൻ സബ്ജക്ട്സിലാണ് ഇടാൻ കാരണം ഞാനത് പ്രിലിംസിൽ ഇട്ടില്ല. പ്രിലിംസിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് ഉണ്ട്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എക്കണോമിക്സിന്റെ സിലബസിൽ ഒരുപാട് പുതിയ ടോപ്പിക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ക്വസ്റ്റിന്റെ പാറ്റേണിന്റെ രീതിയും ഇപ്പൊ 5 ഇയർ പ്ലാന്, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ പോലുള്ള സാധനങ്ങൾ ടാക്സ് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ എക്കണോമിക് റിഫോംസ് ഞാൻ പറഞ്ഞു, ഗ്രീൻ റെവല്യൂഷൻ, ഇതൊന്നും നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടില്ല. മിനറൽസ് നിങ്ങൾ അഗ്രികൾച്ചറൽ ക്രോപ്സ് നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ GST എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉണ്ട്, ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതൊന്നും നമ്മൾ
അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക്സിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ ഇതിലിട്ടു, സ്പെഷ്യൽ മെയിൻസിന്റെ സബ്ജക്ട്സ് ആയിട്ടാണ് ഞാൻ. അതേപോലെ തന്നെ കേരള ഗവർണൻസ്, കേരള ഗവർണൻസ്. അപ്പോൾ എക്കണോമിക്സും കേരള ഗവർണൻസും ഞാനും ഹാരിസാർ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സബ്ജക്റ്റും ഹൈലി സ്കോറബിൾ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ 10ഉം 15 എന്നാണ് കിടക്കുന്നത്. 10ഉം 15 എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 10 മാർക്കേ ഉള്ളൂ, എക്കണോമിക്സിന് 5 മാർക്ക്, കേരള ഗവർണൻസിന് 5 മാർക്ക്. മറിച്ച് കമ്പനി ബോർഡ് വരുമ്പോൾ കേരള ഗവർണൻസിന് 10 മാർക്കും എക്കണോമിക്ക് 5 മാർക്കാണ്. അതുകൊണ്ടാണ് ഈ 10ഉം 15 എന്ന് നടക്കുന്നത്. മാറിപ്പോരുത്, 10, 15 എന്നുള്ളത് 15 മാർക്ക് കമ്പനി ബോർഡുള്ളവർക്ക്, കേരള ഗവർണൻസിന് 10, എക്കണോമിക്സ് രണ്ടിന് 5 മാർക്കാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി കേരള ഗവർണൻസ് 5 മാർക്കേ ഉള്ളൂ. അതാണ് 10, 15 ഉള്ളത്. അപ്പം 10 ആണെങ്കിലും 15 ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താണ്? 8, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതുന്നവർക്ക് 10ൽ 8 മാർക്ക് വാങ്ങിക്കാം. കമ്പനി ബോർഡ് എഴുതുന്നവർ 15ൽ 12 മാർക്ക് പ്ലസ് ആണ്. പ്ലസ് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മളുടെ അടുത്ത ലക്ഷ്യം. ഈ എക്കണോമിക്സും കേരള ഗവർണൻസും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്, എന്താണ്? ക്ലാസ്സുമായിട്ട്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ കേരള ഗവർണൻസിന്റെ ക്ലാസ്, ഓൾറെഡി എക്കണോമിക്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യം എക്കണോമിക്സിന്റെ ഞാൻ പറഞ്ഞൊരു, അത് എക്കണോമിക്സ് ക്ലാസ് നിങ്ങൾ കണ്ടുവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഓർഡറിൽ തന്നെ ആ ക്ലാസ് കാണുക. 5 ക്ലാസ്സസ് ഉണ്ട്. 5 ക്ലാസ്സസും ന്യൂ എക്കണോമിക് റിഫോംസ് 3 ക്ലാസ് ആയിട്ടും, ബ്രിട്ടീഷ് പീരീഡ് 1 ക്ലാസ് ആയിട്ടും, 1947 to 91 പീരീഡ് 1 ക്ലാസ് ആയിട്ട്, അങ്ങനെ 5 ക്ലാസ് ആണ് എക്കണോമിക്സ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. കേരള ഗവർണൻസിന്റെ നെക്സ്റ്റ് വീക്കെൻഡ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പം അത് നമുക്ക് കവർ ചെയ്ത് തരാം ഈ പറയുന്ന. അപ്പോൾ ക്ലാസ്സും മെറ്റീരിയലും പഠിച്ചിട്ട് അതിന്റെ കൂടെ അങ്ങനെ പോവുകയാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട്, അപ്പൊ കേരള ഗവർണൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബോധേഡ് ആകണ്ട. അത് ക്ലാസ്സിന്റെ കൂടെ തന്നെ പോയാൽ മതി. എത്രയും പെട്ടെന്ന് നമ്മൾ കേരള ഗവർണൻസ് തീർക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പൊ അത് ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാം. ഇനി സയൻസ് സബ്ജക്ട്സ്, ലൈഫ് സയൻസും അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതിൽ ഈ എക്കണോമിക്സിന്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, എന്താണ് ഇതില് നിങ്ങൾ ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ, നമ്മൾ ഈ ഒരു വൊക്കാബുലറി ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ പുതിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഇതെല്ലാ സബ്ജക്ട്സും നമ്മളിത് കൊണ്ടുവരും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ PYQ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരോ ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ PYQ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതറിയാൻ പറ്റും ഓരോ ടോപ്പിക്കിൽ ഇതുവരെ. അപ്പം എല്ലാ എക്സാമിലുള്ള PYQs നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിന് പിന്നീട് 2026 ക്വസ്റ്റ്യൻസും കൂടി വരുന്ന എക്സാമിലൊക്കെ അപ്ഡേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു മെത്തേഡിൽ, അത് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ PYQ കൂടി കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാ സബ്ജക്ട്സിലും ഇപ്പോൾ ഉള്ള ചില വീഡിയോസ് നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. എല്ലാ ക്ലാസ്സുകളും എല്ലാ മെറ്റീരിയലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇനി സയൻസിന്റെ കേസ് ആണെങ്കിൽ, എനിക്കറിയാം നിങ്ങൾ വളരെ കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ പേടി ഉള്ളവരുണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. അതും ഒരു കോഴ്സ് ഡിസൈൻ പോലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് PYQ-അനുസരിച്ച് ക്ലാസ്സും മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഒരു ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സയൻസ് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ നമുക്ക് ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും റെസ്പെക്റ്റീവ് ഫാക്കൽറ്റീസ്, ഇപ്പോൾ നമുക്ക് നല്ല സയൻസിൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, പുതിയതായിട്ട് ഫാക്കൽറ്റീസും വരുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു ടീമായിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകളും നല്ല മെറ്റീരിയലും ക്ലാസ്സിൽ തന്നെ PYQ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരും. അത് നമുക്ക് അത് ഞങ്ങൾ ചെയ്ത് തന്നിരിക്കും എന്തായാലും. നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു വർക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയലൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 9-12 മാർക്ക് സയൻസിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ലൈഫ് സയൻസിന് കമ്പനി ബോർഡിന് വെയിറ്റേജ് കൂടുതലാണ്, 6 മാർക്കാണ്.
യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 3 മാർക്കേ ഉള്ളൂ. ഫിസിക്സും കെമിസ്ട്രിക്കും 3 മാർക്കാണ്. ഫിസിക്സും കെമിസ്ട്രിക്കും 3 മാർക്കേ ഉള്ളൂ. പക്ഷെ ലൈഫ് സയൻസിൽ കമ്പനി ബോർഡിന് 6ഉം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 3 മാർക്കാണ്. അതാണ് ഈ 9ഉം 12 എന്ന് പറയുന്നത്. 9 മാർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും 12 മാർക്ക് ഏതിനാണ്? കമ്പനി ബോർഡിനുമാണ്. അപ്പൊ ആ ഒരു പ്ലാന് നിങ്ങൾ മനസ്സിലാക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്താണ് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ മിനിമം 6 മാർക്ക് നമുക്ക് നേടണം. കമ്പനി ബോർഡിനാണെങ്കിൽ സയൻസിൽ നിന്ന് മിനിമം നമുക്ക് 8 മാർക്കെങ്കിലും നമുക്ക് നേടാൻ സാധിക്കണം. എവിടെ നിന്ന്? ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രിയിൽ നിന്ന്. അത് നമുക്ക് അങ്ങനെ നേടാനുള്ള ക്ലാസ്സുകളും ടെസ്റ്റുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് തരാം. നിങ്ങൾ പഠിക്കാനുള്ള മനസ്സുകൊണ്ട് മാത്രം തയ്യാറായി നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ MEM കുറിച്ച് പഠിച്ചു. അതെന്താ ചെയ്യാൻ പോകണമെന്നുള്ള കുറിച്ച്, നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ പ്രിലിംസിനായിട്ടുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവിടെയും ക്ലാസ്സിൽ അപ്ഡേഷൻ വരും, മെറ്റീരിയലും PYQ ഒക്കെ മാറി വരും. അത് നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടുകയും ചെയ്യും. സയൻസ് സബ്ജക്ട്സും നമ്മൾ അതേപോലെ തന്നെ ചെയ്തു തരും. പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളും നമ്മൾ നെക്സ്റ്റ് വീക്കോടുകൂടി ഈ കേരള ഗവർണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്ലാസ്സിലൊക്കെ നെക്സ്റ്റ് വീക്കോടുകൂടി നിങ്ങൾക്ക് എല്ലാം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വേണം. ഈ 5-13 എന്ന് പറയുന്നത് 5 മാർക്ക് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് മെയിൻസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട്സിന് 5 മാർക്കേ ഉള്ളൂ. ഈ 13 മാർക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ PSC പറയുന്നത് 13 മാർക്കാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ 15 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് സ്പെഷ്യൽ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, അതായത് കേരള ഗവർണൻസ് കമ്പനി ബോർഡിന് ഉള്ള ഇമ്പോർട്ടൻ്റ് ആക്ട്സ്. അതിൽ നമുക്ക് ഓൾറെഡി കുറച്ച് ആക്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത കുറേ ആക്ട്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതുമൊക്കെ ക്ലാസ്സിന്റെ കൂടെ പോയാൽ മതി. ഈ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലാസ്സിന്റെ കൂടെ തന്നെ പോയാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് കവർ ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണെങ്കിലും ഞാനും ഹാരിസ് സാറൊക്കെ ആയിട്ട് പിന്നെ അതിന് വേണ്ടപ്പെട്ട ഫാക്കൽറ്റി വരും. ഓക്കെ, ലീഡ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഇതിനെ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നത് ഈ ഏരിയാസിലൊക്കെ ഞാൻ തന്നെ ആയിരിക്കും, സ്പെഷ്യൽ ടോപ്പിക്സിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അവിടെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? മിനിമം കമ്പനി ബോർഡിന്റെ കേസിൽ മിനിമം ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ നിന്ന് മിനിമം 3 മാർക്കെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടാവണം. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ കേസിൽ 13 മിനിമം 10 മാർക്കെങ്കിലും നേടിയിട്ടുണ്ടാവണം. അത് നമുക്ക് പേടിക്കണ്ട കേട്ടോ. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം അത് നമുക്ക് റെഡിയാക്കാം. ഇനി കറണ്ട് അഫെയറിന് 15 മാർക്കാണ് കറണ്ട് അഫെയറിന്. എന്തിന്? 2 എക്സാമിനും ഉള്ളത്. ഏതിന്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും അതേപോലെ തന്നെ കമ്പനി ബോർഡിനും കറണ്ട് അഫെയറിന് 15 മാർക്കാണ്. അപ്പോൾ ഈ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ഒരുമിച്ച് 15 കറണ്ട് അഫെയർ ചോദിക്കല്ല PSC ചെയ്യാറ്. മെയിൻസിന് എന്താ ചെയ്യുന്നത്? ഓരോ സബ്ജക്റ്റിന്റെ കൂടെ 5 മാർക്കാണ് എക്കണോമിക്സ് എങ്കിൽ ഒരു കറണ്ട് അഫെയർ എക്കണോമിക്സ് ഉണ്ടാവും. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും എക്കണോമിക്സ് എന്ന്. അത് ജോഗ്രഫിന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു കറണ്ട് അഫെയർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ചോദിക്കുന്നത്. മറ്റേ കമ്പ്യൂട്ടറിൽ നിന്ന്, ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് 1-2 കറണ്ട് അഫെയർ. അപ്പൊ മിനിമം 1 അല്ലെങ്കിൽ 2 കറണ്ട് അഫെയർ വെച്ചിട്ട് എല്ലാ സബ്ജക്ട്സിൽ നിന്നും വരും, MEM ഒഴിച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് കറണ്ട് അഫെയർ. അപ്പൊ നമ്മൾ ആ കറണ്ട് അഫെയറിന് എന്ത് ചെയ്താൽ മതി? സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫെയറിനും നിങ്ങൾക്ക് ഒന്ന് ക്ലാസിന്റെ കൂടെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ലാസിന്റെ കൂടെയും, അല്ലാത്ത കേസ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടും കറണ്ട് അഫെയർ സെഷൻസ് നിങ്ങൾക്ക്. അപ്പൊ കറണ്ട് അഫെയറിന്റെ ഒക്കെ സെഷൻസ് വരുമ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും. അത് കുറച്ചും കൂടി ഒരു ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ മെറ്റീരിയൽ തരും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലൂടെ പറയും ഇത് കറണ്ട് അഫെയർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സിവിക്സ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഒരു കറണ്ട് അഫെയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ പറഞ്ഞു. ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ആ ഒരു ടോപ്പിക്ക് ഞാൻ സിവിക്സ് എടുത്തപ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെയിൻസിനും കൂടിയാണെന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അതിലൊരു കറണ്ട് അഫെയർ ഉണ്ട്, വികസിത് ഭാരതിനെ കുറിച്ചിട്ട്, ജി റാംജി ആക്ടിനെ കുറിച്ചിട്ട്. അതൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കേരള ഗവർണൻസിലുണ്ട്, നാഷണൽ എംപ്ലോയ്മെന്റും ഉണ്ട്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിലും ഉണ്ട്. അപ്പൊ ഒരു 1 ജൂലൈ, എന്തുകൊണ്ടാണത് 1 ജൂലൈ മുതലാണത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ 1 ജൂലൈയിൽ നടപ്പിലാക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഡേറ്റ് കൺഫേംഡ് ആയിരുന്നില്ല എന്ന് മുതൽ അത് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്
ഗവൺമെന്റ് കൺഫേം ആയിട്ടില്ല. പക്ഷേ 2 ആഴ്ച മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു 1 ജൂലൈ മുതൽ ഇന്ത്യയിൽ എല്ലായിടത്തും. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാവും, ഒരുപാട് ന്യൂസ് വരും. അപ്പൊ അതിനും കൂടി അപ്പൊ ഓൾറെഡി വികസിത് ഭാരതിന്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ്, അത് കാണാത്തവർ അതും കാണുക. അത് കേരള ഗവർണൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ കേരള ഗവർണൻസ് ഒഫീഷ്യലി നിങ്ങളുടെ കോഴ്സിൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ടോപ്പിക്ക് ഞാൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ PYQസും അതിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ കേരള ഗവർണൻസിന്റെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളത് കാണാത്തൊരു കാണും. മറ്റെല്ലാം നിങ്ങളുടെ ഇതിൽ വരും എല്ലാം. ഇതെല്ലാം പിന്നെ ആ 1 ജൂലൈക്ക് ശേഷം എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കറണ്ട് അഫെയർ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പക്ഷെ അവിടെയും നമ്മളൊരു ഗോള് വേണം. എന്താണ്? കറണ്ട് അഫെയറിന് മിനിമം 15ൽ ഒരു 10 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഇന്നത്തെ സെഷന്റെ ബേസിക് ഉദ്ദേശം നിങ്ങളെ മനസ്സുകൊണ്ട് തയ്യാറാക്കലാണ്. എന്താണ്? ഒരു ലക്ഷ്യം. ഇനി അടുത്ത 100 ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ പരീക്ഷ നല്ല മാർക്കോടുകൂടി നല്ല റാങ്ക് കിട്ടാൻ പറ്റുക എന്ന ഒരു ബേസ്. ഇപ്പൊ ഇങ്ങനെ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 70+ മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എല്ലാ 2021 മുതൽ 2026 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കും. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. ടെസ്റ്റിലൂടെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പോൾ ഒരു വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഡിഗ്രി മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസിന്റെ ഒരു കമ്പൈലേഷൻ, ഒരു കമ്പൈലേഷൻ, അനാലിസിസ് അല്ല, സോറി, ഒരു കമ്പൈലേഷൻ, ഒരു PYQന്റെ എല്ലാ PYQന്റെ ഒരു കമ്പൈലേഷൻ. മെയിൻസിന്റെ കേട്ടോ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി ഉണ്ട്. മെയിൻസിന്റെ 22 നടന്നിട്ടുള്ള മെയിൻസിന്റെ 23, 24, 25, 26 ഒഫീഷ്യൽ അല്ലെങ്കിലും കുറച്ച് എക്സാം ഒരു ഡിസംബർ 31 ഡിസംബറിൽ DSPന്റെ എക്സാം നടന്നിട്ടുണ്ട്. 31 ഡിസംബറിൽ DSPന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഫെബ്രുവരിയിൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് തരും. പുതിയ എക്സാം വരുന്ന അനുസരിച്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള MEM ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഡിഗ്രി മെയിൻസിൽ MEMന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളത്, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാത്സ് എത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ സ്വയം അറിഞ്ഞിരിക്കുക. അപ്പൊ അത് കിട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും, ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച 5 സബ്ജക്റ്റ് ഇല്ലേ, ഏതാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, കമ്പ്യൂട്ടർ ഒക്കെ, ആ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക. ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിൻസിലെത്തുമ്പോൾ ഡിഗ്രി പ്രിലിംസിൽ നിന്ന് എന്ത് മാറ്റങ്ങളാണ് ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ളതെന്നും കൂടി ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾ ചെയ്യുക. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഓരോരോ ക്ലാസ്സുകളിലും പറഞ്ഞു തരും. ഇത് ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസ് ഓറിയന്റേഷൻ ആണ്. ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ് ഓറിയന്റേഷൻ ആണ്. ഈ ഓറിയന്റേഷൻ എന്ത് ചെയ്യും, നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ എക്സാം തീരുന്നത് വരെയും ഇതേപോലെ ക്ലാസ്സിന്റെ കൂടെ തന്നെ ചെറിയ സെഷൻ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓറിയന്റേഷൻ നടക്കും. അത് ഓറിയന്റേഷൻ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്കിന് അനുസരിച്ചായിരിക്കും. നമ്മൾ നടത്തുന്ന ഓരോ ടെസ്റ്റുകളിലും നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മെന്റർ അനന്തകൃഷ്ണൻ സാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ്ലി ടച്ച് ചെയ്യുക. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. അതെല്ലാം ഞങ്ങളത് കേട്ട് അത് നിങ്ങളുടെ ഈ കോഴ്സിൽ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, പിന്നെ ഏറ്റവും രണ്ടാമത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ എന്നായിരിക്കും മെയിൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ടൈം ടേബിൾ നോക്കിയപ്പോൾ ഓഗസ്റ്റിൽ ഒരു മെയിൻസും, ഓഗസ്റ്റ് വരെയുള്ള ഷെഡ്യൂൾ PSC ഇട്ടു. ഓഗസ്റ്റിൽ ഒരു മെയിൻസ് നടക്കില്ല. അപ്പൊ ഇനി മെയിൻസ് നടക്കാൻ സാധ്യത ഉള്ളത്
മെയിൻസ് നടക്കാൻ സാധ്യത ഉള്ളത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ മെയിൻസ് നടക്കുകയാണെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള എക്സാം ഒന്ന് സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം ആണ്, മറ്റൊന്ന് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാം ആണ്. ഇത് രണ്ടിനാണ് സെപ്റ്റംബറിൽ എക്സാം നടക്കാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഇതൊരു ഇൻറ്റ്യൂഷൻ ആണ്, ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ SIന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം നടന്നത്. അപ്പൊ ഒരു 10-20 ദിവസത്തിന്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ SI എക്സാം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക, കമ്പനി ബോർഡിന്റെയും യൂണിവേഴ്സിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റെയും കമ്പനി ബോർഡിനെ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 100 ദിവസം, അതാണ് ലാസ്റ്റ് ഞാൻ പറയുന്നത്, ഏകദേശം നമുക്കൊരു 100 ദിവസം നമുക്ക് കിട്ടും. അപ്പൊ ഈ 100 ദിവസം, ഇനി വരാൻ പോകുന്ന 100 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ചാൽ ഇത്രയും വേക്കൻസി ഡിഗ്രി ലെവല് PSC ഈ കഴിഞ്ഞ അടുത്തൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് തന്നെ പറയാം, എന്താണ് ഈ ചാൻസ് എനിക്ക് മിസ്സാകാൻ പാടില്ല. ഇനിയുള്ള 100 ദിവസം ഞാൻ എൻ്റെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സമയത്തെ ഞാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യുമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ആദ്യം ഇന്ന് തന്നെ തയ്യാറെടുക്കുക. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡയറി എടുക്കുക, ഡയറി ഇല്ലാത്തൊരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക. നാളെ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺസേൺ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ജോബ് എന്താണ്, ഓക്കെ, ഒരാൾ MEM ടഫ് ആക്കുന്നു. ഇനി ഈ ടഫ് എന്നുള്ളൊരു വേർഡ്, ഈ ടഫ് ഡിഫിക്കൽട്ട്, ഞാൻ കുറച്ചും കൂടി ആ വേർഡിന്, ടഫ് എന്നുള്ള വേർഡിനെ ഞാൻ ഒന്ന് മാറ്റുകയാണ്. ഡിഫിക്കൽട്ട് അല്ലേ, എക്സാം MEM ഡിഫിക്കൽട്ട് ആക്കുന്നു. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഈസി ഡിഫിക്കൽട്ട് എന്ന ഒരു സാധനം ഇത് തീരുമാനിക്കുന്നത്, ഇത് PSC എന്തും ചെയ്തോട്ടെ, അത് PSC അല്ല, നിങ്ങൾ ഏത് എക്സാം എഴുതിയാലും, അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അവർ പരീക്ഷ എത്ര ഡിഫിക്കൽട്ട് ആക്കിക്കോട്ടെ, അത് നിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ലല്ലോ. എല്ലാ സ്റ്റുഡൻസിനെയും ഇപ്പോൾ ടഫ് ആക്കുമ്പോൾ അത് ബാധിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ആണോ? അല്ലല്ലോ, എല്ലാവരെയും ബാധിക്കില്ലേ? എല്ലാവരും ബാധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ടഫ് ആവുമ്പോൾ, ഒരു പരീക്ഷ ടഫ് ആവുമ്പോൾ എന്താ സംഭവിക്കുക, കട്ട് ഓഫ് കുറയും. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് 70 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ MEM ടഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, 70 മാർക്ക് ആയിരിക്കും. ഇപ്പൊ 25-ൽ 30 വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കട്ട് ഓഫ് കുറയും. അപ്പോൾ എക്സാം ഡിഫിക്കൽട്ട് ആയാൽ അത്, പക്ഷെ ഇവിടെ ചോദ്യം ഇതുണ്ട്, എല്ലാവർക്കുമാണോ ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഈ ചോദിച്ച വ്യക്തിക്ക് മാത്രമാണോ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമാണോ ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയ സമയത്താണെങ്കിലും ഞാൻ കുട്ടികളോട് പറയുന്ന, ദർ ഇസ് നത്തിങ് കോൾഡ് ഡിഫിക്കൽട്ട്. മീൻസ് എപ്പോഴും ഞാനൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴേ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഞാനൊരു യൂട്യൂബിൽ ഒരു ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. നെറ്റ്വർക്ക് അതായത് ചാപ്റ്റർ 3 നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു വീഡിയോ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ പറ്റും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പം ഈ നെറ്റ്വർക്ക് ഡിവൈസസ് ഡിഫിക്കൽട്ട് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആ ക്ലാസ് ഒന്ന് കാണുമോ? ആ ക്ലാസ് കണ്ടതിന് ശേഷം അതിൽ ഞാൻ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ അതിൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്, സർ കുറെ കൺഫ്യൂഷൻ ആയ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടഫായ എനിക്ക് ടഫ് എന്ന് തോന്നിയ പല കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ഈസി ആയി. അപ്പൊ ഒരു ടഫ് എന്ന് തോന്നിയ സാധനം എപ്പോഴാണ് ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചിരിക്കും.
നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടഫ് ആകുന്നത് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ, അതായത് ഇത് നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ പഠിച്ച രീതിയോ അല്ലെങ്കിൽ പഠിപ്പിച്ച ആളോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കി, ഞാനൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡന്റിനെ പോലെ തന്നെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു സബ്ജക്ട് ഒരു കുട്ടിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം സ്കൂളിൽ പഠിപ്പിച്ച ആ ടീച്ചറിനാണ് ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് പോവുക. ആ സബ്ജക്റ്റ് ഒരാൾക്ക് ഈസി ആയിട്ടുണ്ടെങ്കിൽ അതും ആ ടീച്ചറിനാണ്. കാര്യം ചെറുപ്പം മുതലേ നമുക്ക് നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട്, ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ബയോളജി ഭയങ്കര ദേഷ്യമാണ്. അതിന്റെ കാര്യം വെച്ചാൽ എന്നെ പഠിപ്പിച്ച ബയോളജി ടീച്ചറാണ്. ഇപ്പോഴും ഞാൻ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മറിച്ച് മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഫുൾ കൊടുക്കുന്ന മാത്സ് ടീച്ചറിനാണ്, എന്റെ സ്കൂളിൽ പഠിപ്പിച്ച. പിന്നീട് അങ്ങോട്ട് മാറിയെന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ നിർത്തണ്ട, സ്വയം എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ വിധിയായിട്ട് കരുതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ രീതിയിൽ MEM എത്ര ഡിഫിക്കൽട്ട് ആയാലും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് അറിയോ? ഒന്ന്, നിങ്ങൾ സിലബസ് നോക്കുക, സിലബസിനനുസൃതമായിട്ട് ടോപ്പിക്കിനനുസരിച്ച് പഠിച്ച് ടോപ്പിക്കിനനുസരിച്ച് PYQ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ കേട്ടോ. അത് നമുക്ക് അങ്ങനെ ചെയ്യാം. അത് നമുക്ക് ഈ ടഫ് ഡിഫിക്കൽട്ട് എന്നുള്ളത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് വരും സെഷനുകളിൽ നമുക്ക് എന്ത് ചെയ്യാം. ചോദിച്ചു, വേറെ എന്താ ഡൗട്ട് ഉള്ളത്? അത് നമ്മൾ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതെല്ലാം എല്ലാ സബ്ജക്ട്സിനും നമ്മൾ ടോപ്പിക്കിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി നമ്മളത് കമ്പ്യൂട്ടറിന്റെ മെറ്റീരിയലിലും മെയിൻസ് എക്കണോമിന്റെ മെറ്റീരിയലും നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്ന് തുടങ്ങി കഴിഞ്ഞു. അതേപോലെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് അത് ഞങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന അതാണ്. ഇത് ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് ഞങ്ങൾ അത് ചെയ്യില്ലല്ലോ, എല്ലാ സബ്ജക്റ്റും അത് ചെയ്തു തരുന്നതായിരിക്കും. ഡെയിലി ടൈം ടേബിൾ ബേസിൽ മുന്നോട്ട് പോയാൽ മതിയോ, അതോ ആദ്യം ഗ്യാപ്സ് ഫില്ല് ചെയ്ത്? അതാണ് ഞാൻ പറഞ്ഞത്, ഗ്യാപ്പ് ആദ്യം. അതാണ് പറഞ്ഞത്, നിങ്ങൾ അത് ചോദിച്ചേക്കണത് ആനന്ദ് അല്ലേ, ആനന്ദ്. ഓക്കെ, ലാസ്റ്റ് ആനന്ദാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഗ്യാപ്പ് ആദ്യം ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിൽ വീക്ക് ആണെന്നുള്ളത്, അല്ലെങ്കിൽ മീൻസ് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ ആദ്യം വീക്ക്, അതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഈ സെൽഫ് ഇവാലുവേഷൻ അല്ലേ, നിങ്ങൾ സെൽഫ് ഇവാലുവേഷൻ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കുറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെയിൻസിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൂടി, അതിന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. പക്ഷേ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു MEM എന്നുള്ള സാധനത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. MEMൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാണ്ട് ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ, പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്ട്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നിങ്ങൾ ഒട്ടും ഇതാട്ടോ മലയാളം ക്വസ്റ്റ്യൻസ് നോക്കുന്ന പ്രോബ്ലം. ഓക്കെ, അത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു അനുജ ചോദിച്ചൊരു, അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ്, ഞാനതിൽ വിട്ടുപോയൊരു കാര്യമാണ്. ഈ ഡിഗ്രി ലെവലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു പോള് നടത്തിയിരുന്നു. അതായത് നിങ്ങളെല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ 2 പോള് നടത്തിയിരുന്നു. എന്താണ് 2 പോള് നടത്തിയിരുന്നു? ഒന്ന്, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം മീൻസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണോ വായിക്കുന്നത്, മലയാളം ക്വസ്റ്റ്യൻസ് വായിക്കണം എന്നുള്ളൊരു പോള് നടത്തിയിരുന്നു. അതേപോലെ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുള്ള പോള് നടത്തിയിരുന്നു. അപ്പോൾ ആദ്യം എത്ര മണിക്കൂർ പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഈ ആദ്യം നടത്തിയ പോളിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ പോളിന്റെ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ 60% നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ പോള് ചെയ്ത കുട്ടികൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. 40% ക്വസ്റ്റ്യൻസ് കുട്ടികൾ വായിക്കുന്നത് മലയാളമാണ്. ഈ മലയാളത്തിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഈ മലയാളത്തിൽ വായിക്കുന്ന കുട്ടികൾ ഓൾറെഡി 10th ലെവൽ എക്സാം അതിന് കൂടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ 12th ലെവൽ എക്സാമിനും കൂടി എഴുതുന്നവരും പ്രിപ്പയർ ചെയ്യും. അപ്പൊ 10th ലെവലും 12th ലെവലും മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നതുകൊണ്ട് അവർ പഠിച്ച മെറ്റീരിയൽ എല്ലാം മലയാളത്തിലാണ്. പക്ഷെ ഇത് ഡിഗ്രി ലെവലിൽ വരുമ്പോഴുണ്ടല്ലോ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ 10th ലെവലും 12th ലെവലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് PSC മലയാളത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഇടുന്നുള്ളൂ. അപ്പൊ അവിടെ PSC ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മലയാള ക്വസ്റ്റ്യൻസിന്.
മറിച്ച് ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻസ് PSC എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, അവർ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് അതിനെ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് AI ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാരണം. അപ്പൊ അവിടെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഇംഗ്ലീഷും മലയാളവും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഡിഗ്രി സ്റ്റേജ് 3ലും അത് സംഭവിച്ചിട്ടുണ്ട് ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ നിങ്ങൾ ഈവൻ മലയാളത്തിൽ, അതാണ് മലയാളത്തിലാണ് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതെങ്കിൽ കൂടിയും, മലയാളത്തിലെ മെറ്റീരിയൽ നമ്മൾ തരുന്നുണ്ട് എങ്കിൽ കൂടിയും, നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് കണ്ട് വായിച്ച്, മലയാളം വായിച്ചിട്ട് ഒന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന്, ചില ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണം ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻ വായിക്കണം എന്നല്ല പറയണത്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൂടി വായിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണോ ചോദിച്ചെന്നുള്ളതാണ്. എൻ്റെ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മലയാളം നോക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഡിഗ്രി ലെവലിൽ PSC എന്താണ് ചെയ്യുന്നത്, നമുക്ക് PSC കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ഒരുപാട് എക്സാം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക, PSC എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ സൊല്യൂഷൻ ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് 2 മെറ്റീരിയലും നമ്മൾ തരുന്നുണ്ടല്ലോ. ഇപ്പോൾ മലയാളത്തിന്റെ മെറ്റീരിയലും തരുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ മെറ്റീരിയൽ തരുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് പലതും ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് അതും കൂടി ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇപ്പൊ തരുമ്പോൾ നിങ്ങൾ മലയാളത്തിന്റെ മെറ്റീരിയൽ വായിക്കെങ്കിൽ കൂടിയും, മലയാളത്തിന്റെ മെറ്റീരിയലാണ് വായിക്കുന്നെങ്കിൽ കൂടിയും, ആ മലയാളം മെറ്റീരിയൽ വായിച്ചതിന് ശേഷം നമ്മുടെ ഇംഗ്ലീഷ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മെറ്റീരിയൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഫെമിലറൈസ്, കുറച്ചും കൂടി ഈസിയായി മാറും. അപ്പൊ അതൊന്നും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് അത് മാറ്റി ബാക്കിയുള്ള ഞാൻ ഇപ്പം 8:45 ആയി. ഓക്കെ, നമുക്ക് ഇനിയും കുറേ കൺസേൺസ് ഉണ്ട്. ഇനി എൻ്റെ ഒരു സജഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയുള്ള കുറേ കാര്യങ്ങൾ, ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഈ സെഷൻ ഇങ്ങനെ നീണ്ടങ്ങനെ പോകും. ഓക്കെ, നാളെ എനിക്കൊരു ക്ലാസ് തരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അത് ലൈവായിട്ട് തന്നെ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ ലൈവ് അറ്റൻഡ് ചെയ്യുക. നാളെ ഓൾറെഡി അനന്തൻ സാറിന്റെ ക്ലാസ്സും ഉണ്ട്. നാളെ അല്ല, മറ്റന്നാൾ ഞാൻ എടുക്കാം, കാരണം നാളെ. അപ്പൊ നാളെ നിങ്ങളുടെ മെന്ററായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ ബാക്കിയുള്ള കുറേ കൺസേൺസ്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ കൺസേൺസ് എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ ടൈമും എൻ്റെ ടൈം ഇമ്പോർട്ടൻ്റ്, കാരണം എൻ്റെ ടൈം നിങ്ങളെക്കാട്ടി കാര്യം ഞാൻ എത്ര ടൈം എനിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും സമയത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ജെന്യൂൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെന്ററിനോട് നിങ്ങൾ ഇൻഫോം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മെന്റർ ആരാണെന്നുള്ളത്. നാളെ നിങ്ങളുടെ മെന്റർ ലൈവ് സെഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാം. ഞാനിപ്പോൾ ഫുൾ ടൈം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ഫുൾ ടൈം ഇവിടെ വൊക്കാബുലറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മെന്ററിനോട് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാനും നമ്മുടെ ടീമും അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കൺസേൺ എടുത്ത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോമിസസ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കണം. അതിനൊരു വൻ എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സിൻസിയർ എഫേർട്ട് നമ്മളുടെ ഈ ഒരു വിഷനായിട്ട് നിങ്ങളുടെ ആ സിൻസിയറിറ്റി കാണിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം പറയാണ്, ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നടപ്പിലാക്കുക. ടൈം നിങ്ങളുടെ സമയം കളയാണ്ട്, നിങ്ങളുടെ വിലയേറിയ സമയം കളയാണ്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ചെന്നിരുന്ന് ഒന്ന് ഈ സെഷൻ കണ്ടതിന് ശേഷം, ഇത് സെഷൻ കാണാത്തവരും ഇടയ്ക്ക് ആദ്യം മുതൽ കേൾക്കുക, ഇത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോണെയാണ്. ഓക്കെ, ഒന്ന് സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് അത് നിർബന്ധമായിട്ട് അത് ചെയ്യണം. പഠിച്ചു തീർക്കുന്ന കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഡെയിലി ഒരു അനാലിസിസ്, നിങ്ങൾ MEMന്റെ അനാലിസിസ് സ്വന്തം ഒരു അനാലിസിസ് നടത്തുക. ഇനി നമ്മൾ നടത്താൻ പോകുന്ന ഈ ഫുൾ ടെസ്റ്റുകളൊക്കെ സമയത്തിന് തന്നെ എഴുതുക. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമം 3 സബ്ജക്ട്സ്
MEM കൂടാണ്ട് പഠിക്കുക. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അധികം വീക്കായിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഏരിയാസ് എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പുതിയ ക്ലാസ്സുകളൊക്കെ കൊണ്ടുവരാൻ ഞങ്ങളുടെ സമയത്ത് ക്ലാസ് എടുക്കാനും റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ മെറ്റീരിയൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം, അധികം സമയം വേണ്ട. നിങ്ങൾ എനിക്ക് ഈ ഒരു മാസത്തോടു കൂടി എല്ലാം ഒന്ന് സ്ട്രീം ലൈൻഡ് ആകും. ഓക്കെ. അപ്പോൾ ഈ ഒരു മാസം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഒന്ന് ഫൈനലൈസ്. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, മെറ്റീരിയലും കിട്ടും, ടെസ്റ്റും നടക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രോമിസ് പറഞ്ഞില്ലേ, ഈ ഒരു മാസം തന്നെ ആ 8 ടെസ്റ്റ് നടത്താം. അത് തന്നെ ഒരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണ്. അത് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളും നമ്മളെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സിലൊക്കെ അത് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻസിന്റെ സബ്ജക്ട്സ്, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയ പിന്നത്തേക്ക് വെക്കരുത്. അത് എല്ലാം നിർത്തിവെച്ച് അത് അപ്പം തന്നെ ക്ലാസ് കാണാം, അത് അപ്പം തന്നെ മെറ്റീരിയൽ വായിക്കുക. അതിൻ്റെ നടത്തുന്ന ടെസ്റ്റ് എന്തൊക്കെ ഉണ്ടെങ്കിലോ അതെല്ലാം നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. എന്തുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഇനിയുള്ള ദിവസങ്ങൾ സമയം കളയാണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.